عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولم يكن له كفوا أحد. الحمد لله الحمد لله الصمد الجبار الحمد لله الحمد لله الرحمة وفي النعمة والنقمة وفي الخير والشر وفي البلاء والعطاء. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاكرين شاكرين. الحمد لله رب العالمين. قال نبينا وحبيبنا محمد صلى الله عليه وسلم: القبر أول منزل من منازل الآخرة. صدق رسول الله صلى الله عليه وسلم. من الظهر والأيام والضحى وجاء رسول والقلب غافل نعيمك في الدنيا سرورا وحسرة وعيشك في الدنيا محال وباطل. واعلموا أمته سيدنا محمد صلى الله عليه وسلم. ചൊല്ലാനിയാ
തിരുതാഹ റസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ലി പാടി സ്നേഹപീശത്തിൽ മനം നൊന്ത് കരഞ്ഞു പാടി സദാ ചിരിച്ചിടും നിലാവിൻ കരയുന്നു ഇനി സദാ ചിരിച്ചിടും നിലാവിൻ കരയുന്നു ഇനി മുഖമില്ലയോ ഇളം പെണ്ണൽ വിതുമ്പുന്നു ഇനിയാര് തഴുകും ഞാൻ മലർന്നേ മണക്കന്റെ കൊതി തീർന്നില്ല മണ്ണൊരു പോലെ ഇന്നൊരു പോലെ സങ്കടം നീളെ ഒഴുകും ചെങ്കടൽ പോലെ മണ്ണൊരു പോലെ ഇന്നൊരു പോലെ സങ്കടം നീളെ ഒഴുകും ചെങ്കടൽ പോലെ തിരുതാഹ റസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ലി പാടി സ്നേഹപീശത്തിൽ മനം നൊന്ത് കരഞ്ഞു പാടി ഇശോത്തിന്റെ ബഹറായ റസൂലുള്ളാഹിനെ വിഷാദത്തിൽ കരഞ്ഞു പോട്ടി എന്റെ ഇനിയാരും ഉലകിൽ ബാക്കി എന്റെ ചൊല്ലാനിയാരും ഉലകിൽ ബാക്കി പ്രകൃതി തണ്ടലങ്കാരം ആനന്ദേശാദഗന്ധോ പ്രകൃതി തണ്ടലങ്കാരം മലമരായ മലരല്ല ആനന്ദേശാദഗന്ധോ പോട്ടുന്നു പ്രപഞ്ചത്തെ വെളിച്ചത്തിൽ ഉടമയാടയണീക്കും ഒളിശംസും നിരോളിന്റെ ലിബാസിൽ മൂടി പ്രപഞ്ചത്തെ വെളിച്ചത്തിൽ ഉടമയാടയണീക്കും ഒളിശംസും നിരോളിന്റെ ലിബാസിൽ മൂടി മണ്ണൊരു പോലെ ഇന്നൊരു പോലെ സങ്കടം നീളെ ഒഴുകും ചെങ്കടൽ പോലെ മണ്ണൊരു പോലെ ഇന്നൊരു പോലെ സങ്കടം നീളെ ഒഴുകും ചെങ്കടൽ പോലെ തിരുതാഹ റസൂലിനെ പ്രണയിച്ചു ഒരു ചെല്ലി പാടി സ്നേഹപീശത്തിൽ മനം നൊന്ത് കരഞ്ഞു പാടി ഇശോത്തിന്റെ ബഹറായ റസൂലുള്ളാഹിനെ വിഷാദത്തിൽ കരഞ്ഞു പോട്ടി എന്റെ ചൊല്ലാം
ബഹുമാനപ്പെട്ട കക്കുപ്പടി ഉസ്താദ്, സ്റ്റേജിലും വേദിയിലുമായിട്ട് വേദിയിലൊക്കെ ഇരിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത വരേണ്യന്മാരെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഉമ്മപെങ്ങന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നിമിഷം ജീവന്റെ തുടുപ്പുള്ളപ്പോൾ ജീവകാരുണ്യത്തിന് വേണ്ടി ജീവിതം മുഴിഞ്ഞുവെക്കുവാൻ നാഥനായ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാലത്തിന്റെ കാലച്ചകൾ കാലേ കൂട്ടിക്കണ്ടറിഞ്ഞ് കാരുണ്യമാണ് കരുണീയമെന്ന കാലുശീല ലോകത്തിന് കാട്ടിക്കൊടുത്ത കാലത്തിന്റെ കാവലാളായ കാരുണ്യവാന് ഖൈറുൽ വറ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തരം ആലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത മായാതെ മറയാതെ മലീമസമാകാതെ മനസ്സിന്റെ മാണിക്കക്കല്ലായ മരകമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അഹന്തയില്ലാതെ, ആർഭാടമില്ലാതെ, അലോസരമില്ലാതെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വളരെയേറെ ആർജവത്തോടുകൂടി കൊണ്ടുവരികയും ഈ ലോകത്ത് ജീവിച്ച് ഇവിടുന്ന് വിട പറയുമ്പോൾ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനും അല്ലാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നിങ്ങളിവിടെ ഇരിക്കുന്നത് തന്നെ വളരെയേറെ പൂർത്തിയാക്കപ്പെട്ട കാര്യമാണ്. ഇവിടത്തേക്ക് വന്നപ്പോ അൽഹംദുലില്ലാഹ് വളരെയേറെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട കക്കുപ്പടി ഉസ്താദ് വിളിച്ചപ്പോ അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷമാണ്. കക്കുപ്പടി ഉസ്താദ് വിളിച്ചു എന്നുള്ളത് തന്നെ. ഞാനൊക്കെ ആ ഒരു കാര്യത്തിൽ ഇരുത്തിയിട്ട് അടിച്ചു പോക്കല്ല, ഞാൻ എന്റെ മനസ്സ് തൊട്ട് ഒക്കെ വിളിക്കുക എന്ന് പറയുമ്പോ നമുക്ക് എന്തൊരു, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ കിട്ടിയ മാതിരിയാണ്. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അള്ളാഹു തആല സന്തോഷം കൊടുക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാലം അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ മേഖലകളിൽ പരിശുദ്ധമാക്കപ്പെട്ട ദീനിനെ എത്തേണ്ടുന്നിടത്ത് എത്തിക്കാൻ അള്ളാഹു തആല ഇനിയും ഒരുപാട് സമയവും ഒരുപാട് ആഫിയത്തുള്ള ദീർഘായുസും അള്ളാഹു തആല കൊടുക്കുമാറാകട്ടെ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ നമ്മുടെ നാട്ടിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനുഭാവന്റെ സമക്ഷവും ആ ഒരു ശ്വാസവും ആ ഒരു അന്തസ്സും ആ ഒരു അഭിമാനവും ആ ഒരു ആഹ്ലാദവും ഒക്കെ നിറഞ്ഞവരാണ് ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരങ്ങൾ. ഈ സ്റ്റേജിലേക്ക് വന്നവരെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ഒരുപാട് മുത്തഅല്ലിമുകൾ, അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, അൽഹംദുലില്ലാഹ് അവരോടൊപ്പം വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ഭാഗ്യം മറ്റൊന്നുമില്ല. അള്ളാഹു ഇതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തആല ഖൈറും ബറക്കത്തും ഏറ്റി നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് മരണം മൗനിയായ ഉപദേശകൻ എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ ചാരത്തേക്ക് രണ്ടാളുകൾ വരികയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് വരുന്ന ഒരു മനുഷ്യനെയും എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയില്ല. ഏത് സമയത്ത് വന്നാലും ഏത് പാതിരാത്രി വന്നാലും സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ആഹ്ലാദത്തോടെ, ആർജവത്തോടെ, വളരെയേറെ ഉത്സാഹത്തോടെ ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ വിളിച്ചിരുത്തിയിട്ട് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് നന്നായിട്ട് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് വ്യക്തികൾ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ നിങ്ങളുടെ ചാരത്ത് വരുന്നത്. വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇവിടെ നിന്നൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷേ അതല്ല നമ്മുടെ മനസ്സിന്റെ
കൂടി ഒന്ന് കൊണ്ടാകുന്ന അതും നിങ്ങളുടെ മനസ്സിലുണ്ട്. ഒരു അപ്പോ പറഞ്ഞു മനസ്സിലോ എന്റെ അവസാനത്തെ സക്കായ തമ്പുരാന്റെ പരിശുദ്ധമാക്കപ്പെട്ട വേദിയിലേക്ക് വരുമ്പോ അല്ലാഹുവേ ഇനി എനിക്കിതുപോലെ വരാൻ കഴിയില്ല, ഇതെന്റെ അവസാനത്തെ വരക്കമാണ് എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കണമെന്ന് ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ തങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഒരു മിനിക്കാകണം. ഒരുപക്ഷെ നിങ്ങള് ചോദിച്ചേക്കാം, ഉസ്താദ് എല്ലാരും പറയണത് മരണമാണ്, ഖബറാണ്, മഹ്ശറയാണ്, വേറെ എത്രയോ വിഷയങ്ങളുണ്ട് പറയാൻ, സമകാലികമായിട്ടൊക്കെ പറയാറുണ്ടല്ലോ. പിന്നെന്തുകൊണ്ടാണ് മിക്കുള്ള സ്ഥലങ്ങളിലും മരണത്തെക്കുറിച്ച് പറയാ? അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് പഠിപ്പിച്ചു കൊടുത്തു, എന്റെ സ്വഹാബ, നിങ്ങൾക്ക് യഥാർത്ഥമായിട്ട് നിസ്കരിക്കാൻ കഴിയണമെങ്കിൽ, നോമ്പ് നോക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ഓർത്താൽ മതിയെന്ന് സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ കാര്യങ്ങൾക്കും എന്തിനേറെ അള്ളാഹുവിന്റെ ദീനിന്റെ സദസ്സിലേക്ക് വരാൻ ഒരു ആഗ്രഹം തന്നെ കിട്ടണമെങ്കിൽ നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർത്താൽ മതി. ആലിമീങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ മരണത്തെക്കുറിച്ച് ഓർത്താൽ മതി. മുത്തഅല്ലിമീങ്ങളെ ബഹുമാനിക്കണമെങ്കിൽ മരണത്തെക്കുറിച്ച് ഓർത്താൽ മതി. ഈ ലോകത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടുപോകുമ്പോ അധർമ്മത്തിന്റെ കരിമ്പാറ കെട്ടുകളിലൂടെ മനുഷ്യനിങ്ങനെ എടുത്തു ചാടുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവാക്കളൊക്കെ ഈ കാലഘട്ടം മോശമാണ്. ഈ കാലഘട്ടം മഹാവൃത്തികളിലേക്ക് നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോ പടച്ചവനെ ഇന്നി യഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുകയാണ്. എപ്പോഴാണ്, ഏത് സെക്കൻഡിലാണ്, ഏത് മിനിറ്റിലാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് എനിക്ക് ഒട്ടും തന്നെ പറയാൻ കഴിയില്ല. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവൻ നന്നായി. മരണത്തെക്കുറിച്ച് ഓർത്താൽ അവൻ നന്നായി, ഒരു പെണ്ണ് നന്നായി. ആരാണെന്ന് ഓർക്കുക. ഈ ദുനിയാവിന്റെ പുറംലോകത്തുകൂടി മനുഷ്യൻ ഇങ്ങനെ കടന്നു പോവുകയായ رسول الموت والقلب غافل نعيمك في الدنيا سرور وحسرة وعيشك في الدنيا محال وباطل. അല്ലാഹുവേ, മരിക്കുമെന്നൊരു ഓർമ്മയില്ല. പടച്ചവന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകുന്നില്ല. അല്ലാഹ്ക്ക് വേണ്ടി വിളിച്ചാൽ ആ വിളിയാളത്തിൽ ഉത്തരം കൊടുക്കാൻ നമ്മളില്ല. ബാപ്പയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, ഉമ്മയെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദര, സമയങ്ങൾ കടന്നുപോയില്ലേ? എത്ര വഖത്ത് നിസ്കാരമാണ് നമുക്കൊന്ന് ഖളായിട്ടുള്ളത്? എത്ര പരിശുദ്ധമാക്കപ്പെട്ട റമളാനിലാണ് നമ്മൾ നോമ്പ് നോക്കാതെ കടന്നുപോയത്? ദുനിയാവിന്റെ വളർത്ത് ജീവിച്ചിരിക്കുമ്പോ എത്ര പ്രിയപ്പെട്ട മക്കളാ ബാപ്പാന്റെ പൊരുത്തമില്ലാതെ കഴിയുന്നത്, ഉമ്മാന്റെ പൊരുത്തമില്ലാതെ കഴിയുന്നത്. അതിൽ നിന്ന് മുക്തി വേണോ? അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ പറയാണ്, അത് മരണത്തെക്കുറിച്ച് ഓർത്തുനോക്കൂ, മരണത്തെക്കുറിച്ചൊന്ന് ഓർത്തുനോക്കൂ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, രക്ഷപ്പെട്ടു. മരണം എപ്പോഴുണ്ടെന്നുള്ള ചിന്ത, ആ ഒരു ചിന്തയിലായിരിക്കണം ഞാൻ വാള് പറയുമ്പോഴും. പടച്ചോനെ, ഇതെന്റെ അവസാനത്തെ വാളാണ്, ഇനി ഒരു വാള് പറയാൻ ജമീർദാരുമില്ല, ആരും തന്നെ ഇല്ല. ചിന്തിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ സമയങ്ങൾ ഇങ്ങനെ കൊന്നുകളെ. ഉസ്താദേ, എനിക്ക് 50 വയസ്സായിട്ടുള്ളൂ, ഇനിയുണ്ട് സമയം, 23 വയസ്സായിട്ടുള്ളൂ. അല്ല മോനെ, ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2010 സലാം പറഞ്ഞ് പിരിഞ്ഞുപോയ എന്റെ ചെറുപ്പക്കാരാ, 2012 സലാം പറഞ്ഞ് പിരിഞ്ഞുപോയ എന്റെ ചെറുപ്പക്കാരാ, 2013 കഴിഞ്ഞ് 14 കഴിഞ്ഞ് 15-ലേക്കാണല്ലോ. എന്നാൽ ചോദിക്കട്ടെ, എത്ര നിസ്കാരമാ നിനക്കുള്ളത്? എത്ര നോമ്പാടാ നിനക്കുള്ളത്? എത്ര സക്കാത്താ നിനക്കുള്ളത്? എത്രയോ സമയങ്ങൾ കൊന്നുകളഞ്ഞില്ലേ?
മണിക്കൂർ കഴിഞ്ഞു പോയില്ലേ പ്രിയപ്പെട്ടവരെ, സെക്കൻഡുകൾ കഴിഞ്ഞു പോയില്ലേ പ്രിയപ്പെട്ടവരെ, മിനിറ്റുകളെല്ലാം ഇങ്ങനെ കടന്നു ഓടിപ്പോയിരിക്കുകയാണ്. എന്തേ? ഒരുപാട് നിസ്കാരം നമുക്കുണ്ടോ, ഒരുപാട് നോമ്പ് നമുക്കുണ്ടോ, ഒരുപാട് സക്കാത്ത് നമുക്കുണ്ടോ, തഹജ്ജുദുണ്ടോ? ഒന്നുമില്ല. എന്തേ നമുക്കുള്ളത്? കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, കാലുകൊണ്ട്, കൽബുകൊണ്ട് ചെയ്തു കൂട്ടിയ ലക്ഷക്കണക്കാന പാവങ്ങളല്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും തന്നെയില്ല. മരണത്തിന്റെ അടയാളങ്ങൾ കടന്നു വന്നില്ലേ? പണ്ട് ഓടിപ്പോയതുപോലെ ബഹുമാനപ്പെട്ട മഹാനുഭാവന്റെ ചാരത്ത് പണ്ട് ഓടി വന്നുകൊണ്ട് വാലിലോട്ട് പ്രിയപ്പെട്ടതാത്ത, പണ്ട് ഓടി വന്നുകൊണ്ട് ദുആ ചെയ്തു പോയ പ്രിയപ്പെട്ടതാത്ത, എന്തേ ഇന്ന് നിങ്ങളുടെ കാലമെത്താൻ കഴിയുന്നില്ലല്ലോ? ഇരിക്കുന്ന കസേരയിൽ പോലും നന്നായിട്ടും ഇരിക്കാൻ കഴിയുന്നില്ലല്ലോ. കാലിന്റെ മുട്ടുവയ്യ ഉസ്താദേ ദ്വാരക്കണം. ശരീരമാ സകലം വേദനയാ, വിഷമത്തോട്, ബുദ്ധിമുട്ടോട്, ദുഃഖത്തോട്, ദുരിതത്തോട്, ദുരൂഹതയോട് ഞാൻ കഴിഞ്ഞുകൂടുകയാ. മരണത്തിന്റെ അടയാളങ്ങളാ. എന്നിട്ട് പോലും നന്നാകാതെ ഈ ദുനിയാവിന്റെ പുറത്തുകൂടി പോകുമ്പോ അഹങ്കാരത്തിന്റെ, ആർഭാടത്തിന്റെ, ആഭാസനത്തിന്റെ കോടായിരത്ത് നിന്തകത്തേറ്റോ എന്റെ അല്ലാഹുവേ, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത എന്ത് കാര്യമാ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യുമ്പോ ഈ സമയത്താണ് എന്റെ റൂഹമെടുക്കാൻ മലക്കുൽ മൗത്ത് കടന്നു വരുന്നതെങ്കിൽ രക്ഷയില്ലല്ല റബ്ബേ. ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ മലക്കുൽ മൗത്ത് വരുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവങ്ങളെ കഴിഞ്ഞില്ലേ? എവിടെയാ പോവുക? നിന്നെ കുളിപ്പിക്കാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരുവോ? നിന്നെ കബംബദിയാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്ക് വരുവോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ലോകത്തൊന്ന് വിട പറഞ്ഞു പോകുമ്പോ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിക്കാൻ കഴിഞ്ഞ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ, എന്നെ കുളിപ്പിക്കാൻ കടന്നു വരുന്നതാരാ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് നിന്നെ പതിയാ കടന്നു വരികയാണ്. നിന്റെ മയ്യത്ത് കൊണ്ടുപോകാൻ കടന്നു വരികയാണ്. ഹറാമിയുടെ പടിയിലേക്ക് പോയാലോ നരകത്തിന്റെ വെള്ളം കൊണ്ട് വന്നുകൊണ്ട് നിന്നെ കുളിപ്പിക്കൂല്ലേ? അതിനൊക്കെ ഒരേ ഒരു ചിന്തയാ, മനസ്സ് മാറണമടാ. മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് നമ്മുടെ മനസ്സിൽ വീശണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിലെന്താണ്? എന്റെ സ്വഹാബ, സുബഹിക്ക് പടച്ചവന്റെ പള്ളിയിൽ വരണോ, അസറിന് പടച്ചവന്റെ പള്ളിയിൽ വരണോ, മഗ്രിബിന് പടച്ചവന്റെ പള്ളിയിൽ വരണോ, ഇശാഇന് പടച്ചവന്റെ പള്ളിയിൽ വരണോ, അല്ലാഹുവിന്റെ ഖുർആനിനെ കൈകൊണ്ടെടുക്കാൻ കഴിയണോ? ഓർക്കണം സഹാബത്തെ, നിങ്ങളുടെ മരണത്തെക്കുറിച്ച് ഓർക്കണമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദുർ റസൂലുള്ളാഹി റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി റസൂലുള്ളാഹി തിങ്കൾ ഹബീബുള്ളാഹി ത്വയ്ബ പദീജിനെ തൗഹീദുലില്ലാഹി മദീനത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ ഹബീബ് പഠിപ്പിക്കാണ്, ഒരു മനുഷ്യനിക്ക് നന്നാകണമെന്നുണ്ടെങ്കിൽ എപ്പോഴവന്റെ ഉള്ളിൽ അല്ലാഹു ഞാൻ മരിക്കും, അടുത്ത സെക്കൻഡിൽ എന്റെ മരണം. ഈ ഇരിക്കുന്ന നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുകയാണ്, ഇപ്പൊ ദാരി മുസ്താനി ഇപ്പൊ അടുത്ത പണി എന്താന്ന് വെച്ചാൽ ഞാൻ എന്താ പറയാ? ഞാൻ ഇവിടെ ഇൻഷാ അല്ലാഹ് വാള് കഴിഞ്ഞിട്ട് ഒന്ന് എന്റെ വീട്ടിൽ പോവും, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പോകുന്ന വഴിക്ക് കക്കപ്പൊടി ഉസ്താന്റെ വീട്ടിൽ കയറിയിട്ട് പോവും, ഇല്ലെങ്കിൽ ഇവിടെ ഉസ്താദ്മാരെ കണ്ട് സംസാരിക്കും എന്നൊക്കെ ആയിരിക്കും ഞാനിവിടെ പറയാം. എനിക്ക് പറയാൻ പറ്റും, നാളെ എന്റെ സ്ഥലം മാറടി മണ്ണിലേക്കാണ് ഞാൻ പോകുന്നത്, എനിക്കൊരു സ്ഥലമുണ്ട്, എനിക്കൊരു വീടുണ്ട്, ഞാൻ നാളെ അവിടത്തേക്കാണ് പോകുന്നതെന്ന് ഞാൻ പറയും. നിങ്ങൾ പറയൂ? ഇല്ല. ഒരു മനുഷ്യനിക്കും അത് പറയാൻ അവന്റെ നാക്കങ്ങോട്ട് പൊന്തൂല. ഇത് പഠിപ്പിച്ചത് ആരാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അങ്ങനെ ഓർക്കുന്നവർ വളരെയേറെ വിരളമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തെക്കുറിച്ച് ഓർക്കൂലല്ലോ. ഞാനുൾപ്പെടെ, നിങ്ങളെ മാത്രല്ലല്ലേ പറയണേ, എന്റെയും കൂടെ കഥയാ പറയാ. മരണത്തിന്റെ എല്ലാ അടയാളങ്ങളും വന്നു, എന്നിട്ടും പടച്ചവനെ കുറിച്ച് ഓർമ്മയില്ല. ഇല്ല, ഇങ്ങനെ പോവാൻ ഈ ദുനിയാവിന്റെ പുറത്തുകൂടി ആഡംബരത്തിന്റെ എല്ലാ കോടാലിയും വലിച്ച് നമ്മുടെ നെഞ്ചകത്തേക്കിടും. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതാ പറയുന്നത്, ഒരുപാട് നിസ്കാരങ്ങളില്ല, പിന്നെയോ ചെയ്തു കൂട്ടിയ പാപങ്ങളെ നമുക്കുള്ളൂ. ളഞ്ഞിട്ടുണ്ടല്ലോ, കാലനങ്ങുന്നില്ല, കയ്യനങ്ങുന്നില്ല, താടിരോമൊക്കെ നരച്ചിട്ടുണ്ട്. യാക്കൂബ് നബിക്ക് അവിടെ നിന്ന് കാണിച്ചു കൊടുത്തില്ല, നബിയെ നിങ്ങൾ താടിരോമൊക്കെ നരച്ചിട്ടുണ്ട്, അതൊക്കെ മരണത്തിന്റെ അടയാളങ്ങളാണ്. നിങ്ങളുടെ മുട്ട് പനക്കം വയ്യല്ലോ, അതൊക്കെ മരണത്തിന്റെ അടയാളങ്ങളാ. ഇതൊക്കെ വന്നിട്ടും ഫിത്ന പറയിച്ചൽ നമ്മൾ കുറയ്ക്കുന്നില്ല, പടച്ചവന്റെ പള്ളിയിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്നിട്ടും നമ്മുടെ ഹൃദയം ഇന്ന് മലീമസമാന ശ്രദ്ധമാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്റെ ഒരു സ്വഭാവത്തിന് വിളിച്ചിട്ട് പറയാറ്, ഓ സഹോദരാ, എല്ലാ സമയത്തും അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വന്നിട്ട് പടച്ചവനിക്ക് വേണ്ടി നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുമ്പോ അതിന് മുമ്പ് കരുതണം റബ്ബേ, ഇനി എനിക്കൊരു മുഹറില്ല റബ്ബേ, ഇനി എനിക്കൊരു അസറില്ല റബ്ബേ, ഇനി എനിക്കൊരു മകരില്ല റബ്ബേ, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്. എങ്കിലേ പ്രിയപ്പെട്ടവരെ ആ നിസ്കാരത്തിൽ ഇഖ്ലാസ് വരികയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോ ഞാനിങ്ങോട്ട് വന്നപ്പോ പറയാണ്, ബഹുമാനപ്പെട്ട ഉസ്താമാരിപ്പെട്ട ഒരഞ്ചാറ് ആൾക്കാർ, ഇവരെ കുറിച്ച് പറഞ്ഞ വിഷയമല്ലല്ലോ, നാട്ടുകാരെ കുറിച്ച് പറഞ്ഞാലേ ചോദ്യമുള്ളൂ. ഉസ്താമാര് പറ, നിങ്ങളൊന്ന് വാള് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് കഴുത്തിന് പിടിച്ച് ഇവിടുന്ന് തൂക്കിക്കൊല്ലൂ എന്ന് പറഞ്ഞാൽ എന്താ എന്റെ മനസ്സിലുള്ള ഒരു വേവലാതി, പടച്ചോനെ വാള് കഴിഞ്ഞാൽ പിന്നെ എന്നെ തൂക്കിലേറ്റാൽ ഒരു പേടിയാ മനസ്സ്, അതൊരു പേടിയാണ്. അപ്പോൾ വാള് അവസാനിക്കില്ലെന്ന് പറഞ്ഞിങ്ങനെ. ഇതുപോലെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തണം. ആദരവായ നബിയുനാ റസൂലുള്ളാഹ് സലാത്തുറക്കല്ലേ നിങ്ങൾ, ഇൻഷാ അല്ലാഹ് സലാത്തുറക്കത്തിലേക്ക് അതേ ഉള്ളൂ. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഓരോന്ന് ചെയ്യുമ്പോഴും അല്ലാഹുവേ ഇതെന്റെ അവസാനത്തെ കാര്യമാണ്, വാള് പറയുമ്പോഴും ഇതെന്റെ അവസാനത്തെ പ്രഭാഷണമാണ്, അള്ളാന്റെ ദീനിന്റെ വേദിയിൽ ഇരിക്കുമ്പോഴും ഇതെന്റെ അവസാനത്തെ ഇരുത്തമാണ്, ഒക്കെ എല്ലാ കാര്യങ്ങളും അങ്ങനെ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചിന്തിക്കാൻ എന്നെ കൊണ്ട് കഴിയോ? നിങ്ങളെ കൊണ്ട് കഴിയും? ഇല്ല. നമ്മളിങ്ങനെ പോവാൻ നന്നായിട്ട് മരിക്കണം. അല്ലാഹു റസൂൽ പറയാൻ, ഒരാൾ മരിക്കുമ്പോ നന്നായിട്ട് മരിക്കണം. സഹാബത്ത് ചോദിച്ചു, നബിയേ, ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം, അതിനുള്ള വഴിയെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയാറ്, എന്റെ സഹാബ, അതിനുള്ള വഴി ഇല്ല. അല്ലാഹുവിനെ അതിരറ്റുകൊണ്ട് സ്നേഹിക്കലാണ്. സ്നേഹത്തിന്റെ, പ്രപഞ്ചത്തിന്റെ, അനുരാഗത്തിന്റെ അലമാലകൾ മുഴുവനും കൊടുക്കേണ്ടുന്ന ആർക്കാട്? അല്ലാഹ്ക്ക് വേണ്ടിയാണ്. പടച്ചവൻ അതിരറ്റുകൊണ്ട് സ്നേഹിച്ചു പോയാൽ, അല്ലാഹുവിനെ അതിരറ്റുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോയാൽ അല്ലാഹുവിന്റെ റസൂല് പറയാ, പൊന്നുമോനെ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റുമെന്നാൽ അല്ലാഹുവിനെ അതിരറ്റുകൊണ്ട് സ്നേഹിക്കാം, എന്നാ രക്ഷപ്പെടുന്ന സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചോദിച്ചു, നബി എങ്ങനെ അള്ളാഹിനെ സ്നേഹിക്കണമെന്ന് പറയുന്നതിന്റെ വഴി കൊടുന്ന് പഠിപ്പിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമതായിട്ട് പറഞ്ഞു, അസ്സലാ, അത് നിസ്കാരമാണ്. അള്ളാഹിനെ സ്നേഹിക്കുക, അതാണ് അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഇൻ കാന ആബാഉകും وأبناؤكم وإخوانكم وأزواجكم
أزواجكم وعشيرتكم الأموال اقترفتموها وتجارة تخشون كسادها ومساكين ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره. അല്ലാഹുവിനെ അതിരെത്തുകൊണ്ട് സ്നേഹിച്ചു പോയാൽ രോഗമില്ല. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു പോയാൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ക്യാൻസറാവുന്ന മാരകമാക്കപ്പെട്ട രോഗമെന്ന് പിടിപെട്ടിട്ട് അല്ലെങ്കിൽ വാദം പിടിപെട്ടിട്ട് വർഷങ്ങളോളം കട്ടിൽ കിടക്കേണ്ടുന്ന രോഗം തരൂല്ല. പടച്ചവൻ വിഷമം തരൂല്ല. കടങ്ങൾ കൊണ്ട് നിങ്ങളെ വലപ്പിക്കൂല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണമെങ്കിൽ പോലും പടച്ചവനെ സ്നേഹിക്കണമെന്നല്ലേ റസൂലുള്ള പഠിപ്പിച്ചത്. ഭാര്യയെ സ്നേഹിക്കണ്ടെന്ന് പറയുന്നില്ല, മക്കളെ സ്നേഹിക്കണ്ടെന്ന് പറയുന്നില്ല, കൂട്ടുകാരെ സ്നേഹിക്കണ്ടെന്ന് പറയുന്നില്ല, നിന്റെ കച്ചവടത്തെ സ്നേഹിക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ നിന്റെ കച്ചവടമാണോ, നിന്റെ ഭാര്യയാണോ, നിന്റെ മക്കളാണോ, ഇവർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കുന്നത്. അല്ലാഹുവിനേക്കാളും അല്ലാഹുവിന്റെ റസൂലിനേക്കാളും സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. അല്ലാഹു അറ്റാക്ക് തരും പൊന്നുമോനെ, അല്ലാഹു ക്യാൻസർ തരും പൊന്നുമോനെ. മക്കൾക്ക് വേണ്ടി പടച്ചവന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുകയാ, അസ്സലാത്തു ഖൈറുൻ മിനന്നൗം. ബാങ്കിന്റെ വലിയ കരുണപുടങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോ അല്ലാഹുവേ നേരത്തെ പോകണമല്ലോ പറയില്ല. ഇന്ന് നേരത്തെ പോയിട്ടില്ലെങ്കിലേ സാധാരണ എനിക്ക് കിട്ടുന്ന കച്ചവടത്തിന്റെ ലാഭം കിട്ടില്ല. അതുകൊണ്ട് നേരത്തെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോ അല്ലാഹുവിനവിടെ മറന്നില്ലേ? സുബൈക്ക് ബാങ്ക് കേട്ടപ്പോ പടച്ചോനെ മറന്നില്ലേ? മക്കളെ വിളിച്ചാൽ ഓടിപ്പോകുന്നില്ലേ? യുഹിബ്ബൂനൽ ഖൽഖ വയൻസൗനൽ ഖാലിഖ. പടച്ചവന മനുഷ്യർ മടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ സിദ്ധകൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. അവരെ ഇഷ്ടപ്പെടുകയാണ്. മക്കളെ സ്നേഹിക്കല്ലേ എന്നൊരിക്കലും പറയൂല്ല, ഭാര്യയെ സ്നേഹിക്കല്ലേ ഒരിക്കലും പറയൂല്ല. പക്ഷേ എല്ലാവരെക്കാളും സ്നേഹം കൊടുക്കേണ്ടെന്ന് ആരെക്കാട് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു രൂപ പോലും കൊടുക്കാതെ അല്ലാഹു ശ്വാസം തന്നിട്ടില്ലേ? ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് നിങ്ങളെ കൊണ്ടുപോയാൽ മണിക്കൂറിനോ സെക്കൻഡിനോ അല്ലെങ്കിൽ 2 മിനിറ്റിനോ 3 മിനിറ്റിനോ 20 മിനിറ്റിനോ 300 400 രൂപ വെച്ചുകൊണ്ട് ഓടിക്കുമ്പോ പടച്ചവനെത്രയാ ഓടിക്കേണ്ടുന്നത്? അല്ലാഹ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് എന്താണ്? അല്ലാഹനെ ഇഷ്ടപ്പെടാനും ഈ ലോകത്തിന് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുമുള്ള വഴി അല്ലാഹുവിന്റെ റസൂല് പറയാ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്. എല്ലാവരെക്കാളും ഇഷ്ടപ്പെടേണ്ടുന്നത് അത് പടച്ച റബ്ബിനെയാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടുന്നത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് ആദരവായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാം. നമ്മൾ കേൾക്കൂ, ഇതൊക്കെ ഉസ്താദന്മാരെന്നും വാളു പറയണമെന്നാ പറയാം. ഇതൊക്കെ ഉസ്താദന്മാർ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു, പിന്നെന്താ നിങ്ങൾ പറയണേന്ന് പറഞ്ഞു. അള്ളാഹു നമുക്ക് നല്ലത് മനസ്സിലാക്കാനുള്ള സൗഭാഗ്യം തരും. അതെങ്ങനെയാ? നിസ്കാരമാണ്. അങ്ങനെ ഉള്ളവൻ നിസ്കാരം മുടക്കാതെ ഖലാഇല്ലാതെ എല്ലാ വഖത്തിലും ഏറ്റവും നന്നായിട്ട് പള്ളിയിൽ പോയി അങ്ങനെ ഉള്ള ഒരാൾ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റുമെന്നാണ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ ലസീ തങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ കൂടി ബാങ്കിന്റെ വെളിയിങ്ങനെ അവതരിച്ചുകൊണ്ട് കടന്നു വരുമ്പോ അല്ലാഹു അക്ബർ എന്നുള്ള വിളിക്കപ്പെടുന്ന മറുപടി അല്ലാഹു അക്ബർ ഓരോന്നിനും ഇങ്ങനെ മറുപടി കൊടുത്തിട്ട് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെന്ന് ചൊല്ലാൻ പറ്റിയെങ്കിൽ അല്ലാഹുവിന് വേണ്ടി ഒരു മാറ്റിവെച്ചിട്ടുണ്ട്. സമയങ്ങള് പടച്ചവനിക്ക് വേണ്ടി ഓടി നടന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ പള്ളിയിലേക്കൊന്ന് കടന്നു ചെന്ന് ഒരുപാട് ഫർളുകളും സുന്നത്തുകളുമായ കാര്യങ്ങൾ മുറിഞ്ഞു പോകാതെ ചെയ്തു പോയവരാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ പോലെ. എന്തിനേറെ ഈ തൊട്ടടുത്തുള്ള വിട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ട തൊഴിലൂർ ഉസ്താദ് അല്ലാഹുവേ അവരുടെ വിശാലമാക്കണ അല്ലാഹ്.
അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അല്ലാഹു തആല അവസരം കൊടുത്തെങ്കിൽ എന്താണ്? അവര് മക്കളെല്ലാം ഇഷ്ടപ്പെട്ടത്, ഇഷ്ടമുണ്ടായിരുന്നു. എല്ലാത്തിനേക്കാളും അവർ ഇഷ്ടം വെച്ചത് അല്ലാഹുവിനെയാണ്. എനിക്കും നിങ്ങൾക്കും അങ്ങനെയുള്ള സന്തോഷത്തിന്റെ മരണം അല്ലാഹു തആല തരട്ടെ. ഉറക്കൊന്ന് പറഞ്ഞോളി, അല്ലാഹു നമുക്ക് നല്ല മരണം തരട്ടെ. ഇല്ലെങ്കിൽ അബദ്ധമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം മരിക്കുമ്പോ. പടച്ചോനെ നമുക്കൊക്കെ അതിനുള്ള അവസരം തരണേ പടച്ചോനെ. ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ ബറക്കത്തുണ്ട്. അങ്ങനെ മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ. അതുകൊണ്ട് പടച്ചവനിക്ക് വേണ്ടിയിട്ട് കൊടുക്കണം. ഇന്നിപ്പോ എന്താ പറയുക, ഉസ്താദ് സുഖമില്ല, പിന്നെ എങ്ങനെ പള്ളിയിൽ പോകണം? സുഖമില്ല. ആമിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹു സുബ്ഹാനല്ലാഹ് രോഗമായിട്ട് വീട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. രോഗമായിട്ട് വീട്ടിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. പാപ്പാന്റെ കിടക്കം കണ്ടുകൊണ്ട് മക്കളെ ചാരത്ത് പോവുകയാണ്. പാപ്പയെ വിളിച്ചിട്ട് പറഞ്ഞു, പാപ്പാ രോഗത്തിന് ഭേദമുണ്ടോ? രോഗം മാറുന്നുണ്ടോ? ഇപ്പോ ആ സമയത്ത് പറഞ്ഞു, മക്കളെ ഞാൻ മരിക്കാൻ പോവുകയാണ്. എന്റെ കൈകാലുകൾ തളരുന്നുണ്ട്. എന്റെ കാലിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുപോയി. എന്റെ കൈയിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടുപോയി. എന്റെ മനസ്സൊക്കെ പകരുകയാ. നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണേ. നിങ്ങൾ എന്നെ കുറിച്ച് ഓർക്കണേ. എന്നെ മറക്കല്ലേ, മറക്കല്ലേ, മറക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടിക്കടഞ്ഞുകൊണ്ട് ദ്വാരക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിൽ നിന്ന് മാങ്ങി കേൾക്കുകയാ. കടന്നു വാടാ പടച്ചവന്റെ പള്ളിയിലേക്ക് വന്നുകൊണ്ട് നിസ്കരിക്കടാനുള്ള ബാങ്കിന്റെ ധ്വനിയെന്ന് കേട്ടപ്പോ രോഗമായിട്ട് സക്കറാത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ട ആമിർ ബിൻ അബ്ദില്ലാഹ് അവിടുന്ന് മക്കളെ വിളിക്കാണ്. മക്കളെ, കുഞ്ഞാറ മക്കളെ കൈകൊണ്ട് ആഞ്ഞുണ്ടാണിച്ചപ്പോ കുഞ്ഞാറ മക്കൾ അടുത്തേക്ക് വരികയാണ്. ഉപ്പാ, നിങ്ങളെന്തിനാ വിളിച്ചത്? എന്റെ ഉപ്പാക്ക് വേണ്ടത്? അവിടെന്ന് പറഞ്ഞു, മക്കളെ പടച്ചവന്റെ പള്ളിയിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകുമോ? മക്കൾ പറഞ്ഞു, ഉപ്പാ പറ്റൂല്ല, നിങ്ങൾക്ക് രോഗമല്ലേ, സക്കറാത്തിന്റെ ഹാലിലല്ലേ, ഇന്നെങ്ങനാ പള്ളിയിലേക്കൊന്ന് കടന്നു പോവുക എന്ന് പറഞ്ഞപ്പോ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന നിറവിനവതില്ല. അവിടെന്ന് പറഞ്ഞു പോയ മറുപടി, മക്കളെ അല്ലാഹുവിന്റെ വിളിയാണ് എന്റെ കർണപുരങ്ങളിലേക്ക് അടിച്ചു കയറിയിട്ട് ഞാനിവിടെ കിടക്കുന്നത് ശരിയാണോ? അതുകൊണ്ട് പടച്ചവന്റെ പള്ളിയിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോവുക എന്ന് പറഞ്ഞിട്ട് മക്കളെല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ആമിർ ബിൻ അബ്ദില്ലാഹ് തോളിലേക്ക് ഇങ്ങനെ ഏറ്റുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളിയിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാ. അവിടെ ചെന്നുകൊണ്ട് ഇമാമിന്റെ പിന്നിൽ ചെന്നുകൊണ്ട് കൈകെട്ടുകയാണ്. ഒന്നാമത്തെ റക്അത്ത് കഴിയാ. ഇനി ഒരു സുജൂദ് കൂടിയാ ചെയ്യേണ്ടുന്നത്. അവിടുന്ന് സുജൂദിലേക്ക് വീഴുകയാ. സുബ്ഹാനല്ലാഹ്. ആമിർ ബിൻ അബ്ദില്ലാഹ് സുജൂദിൽ കിടന്നുകൊണ്ട് മരണപ്പെട്ടു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ബാപ്പാ കാല് വളയുന്നില്ല ഉസ്താദേ, കാല് കൊണ്ട് നടക്കാൻ കഴിയില്ല, കൈന് തണക്കാൻ കഴിയുന്നില്ല, തലവേദനയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിസ്കാരമൊഴിവാക്കുന്ന പ്രിയപ്പെട്ടവരെ എന്തോ സക്കറാത്തിന്റെ ഹാലിൽ പോലും പടച്ചവന്റെ പള്ളിയിൽ പോയ മഹാനുഭാവന എന്തോ നമുക്കൊന്ന് നടക്കാൻ കഴിയുന്നില്ലേ? ഒരു വഴി പിടിച്ചെങ്കിലും നടക്കാൻ കഴിയുന്നില്ലേ? ഒരാളുടെ സഹായത്തോടെ പടച്ചവന്റെ പള്ളിയിൽ പോകാൻ കഴിയുന്നില്ലേ? പിന്നെ എന്തോ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റണോ? തിരിച്ചുകൊണ്ട് മരിക്കണോ? പ്രിയപ്പെട്ട ബാപ്പാ, അടുത്തുള്ള പള്ളികളിൽ നിന്ന് അല്ലാഹുവിന്റെ വിളിയാണെന്ന് പറഞ്ഞു കേട്ടാൽ മക്കളെ വിളിച്ചോ, അവരുടെ കോലിൽ കൈയിട്ടുകൊണ്ട് പടച്ചവന്റെ പള്ളിയിൽ പോക്കോ. അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്
വറസൂലിഹി. ആമിർ ബിൻ അബ്ദില്ല ഉറക്കെ പറയും റളിയല്ലാഹു അൻഹു. എന്താ ചെയ്ത? മക്കളെ വിളിച്ചത്, മക്കളെ എനിക്കിപ്പോ തന്നെ പള്ളിയിൽ പോയത്. അവരൊക്കെ ഇഷ്ടപ്പെട്ടതാണ്. അള്ളാഹിനെ സ്നേഹിച്ചു. കാരണം ഇവിടുത്തെ ജീവിതം അത് നൈമിഷികം. സുബ്ഹാനല്ലാഹ്, ഏത് സമയത്തും പോയേക്കാം. ഈ ഒരു ചിന്ത മഹാനുഭാവന്മാരുടെ മുമ്പിലുണ്ടായിരുന്നു. ഇന്നിപ്പോ ഞാൻ നിങ്ങളോ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ മിനാരങ്ങളിൽ കൂടി അസ്വലാത്തു ഖൈറും മിനൻ നൗം എന്നുള്ള എന്റെയും നിങ്ങളെയും കർണമിടങ്ങളിലേക്കും അടിച്ചു കയറിയാൽ ആ സെക്കൻഡിൽ നമ്മൾ ഒന്നുകൂടെ നമ്മുടെ പുതപ്പിനോടത്ത് മൂടും, അവിടെ കിടന്നുറങ്ങുന്ന അല്ലേ? ചിന്തിച്ചു നോക്കി. ഓരോരുത്തർ സ്വന്തമായിട്ട് സ്വന്തം നഫ്സിനോട് ചോദിക്കും, പടച്ചോൻ ഇന്ന് സുബഹിക്ക് ഞാൻ പള്ളിയിൽ പോയിട്ടില്ല. ഓരോരുത്തരും അത് എന്നോടട്ടോ, എന്നോട് ചോദിക്കാതല്ല ഞാൻ നിങ്ങളോട് പറയാം. ഓരോരുത്തരും സ്വന്തം നഫ്സിനോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. അള്ളാഹുവെ നമുക്ക് നല്ല മരണം എത്തിക്കണേ പടച്ചോനെ. അതൊക്കെ പറഞ്ഞു അള്ളാഹു നമുക്ക് നല്ല മരണം തന്നെ പടച്ചോനെ. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് ചൊല്ലണോ? യുവാക്ക് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. എന്റെ ചെറുപ്പക്കാരാ, നല്ല മനസ്സോടെ അള്ളാന്റെ പള്ളിയിലേക്ക് വരണം. വേറെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുകാരെ വിളിക്കുമല്ലോ, സിനിമ കാണാനും അല്ലാത്തതിനും ഫുട്ബോൾ കളികളും എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നമ്മുടെ കൂട്ടുകാരെ വിളിച്ചിട്ട് പോകാറുണ്ട്. മോനെ അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സമയത്ത് പടച്ചോനെ ഇനി ഞാൻ നിസ്കരിക്കാൻ നമ്മളോടൊന്നും കാര്യമില്ല, സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്തിന്റെ പിടിക്കും. അതിനകത്ത് ഒരു മാറ്റമില്ല. അതുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കണം, നിസ്കരിക്കണം. അള്ളാന്റെ പള്ളിയിൽ വിളിക്കുമ്പോ നിന്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് അള്ളാഹുവിന്റെ പള്ളിയിലേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അള്ളാന്റെ പള്ളിയിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടുപോകണ എത്ര ചെറുപ്പക്കാരുണ്ട്. അതേ സമയത്ത് ഫുട്ബോളിൽ ഇത്ര മണിക്കാണ് മാമോനെ, ഇത്ര മണിക്ക് ഞാനോട് ഉണ്ടാവും, ഇൻഷാ അല്ലാഹ് ബൈക്കിൽ കയറി വരണം. അതിനുണ്ട് അള്ളാന്റെ പള്ളിയിലേക്കൊന്ന് പോകാൻ നിന്റെ ബൈക്ക് കൊണ്ടൊന്ന് ആക്കിക്കൊടുക്ക്. നിന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് നീ കൂടെ പോ. അള്ളാഹിനെ സ്നേഹിക്കില്ലെങ്കിലോ, അങ്ങനെ പടച്ചവൻ ഇവിടെ വെച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അള്ളാഹു രോഗം തന്നുകൊണ്ട് നിന്നെ പരീക്ഷിക്കണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, 2-3 മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് RCCയിലേക്കൊന്ന് കടന്നത് എന്ത് ചെറുപ്പക്കാരാ. അവിടെ ഒരു പാവപ്പെട്ടവർ ചെറുപ്പക്കാരനെ കണ്ടുപോയി. അവന്റെ തലയിലെ മുടിയെല്ലാം കൊടിഞ്ഞുപോയിരിക്കുകയാണ്. ഒരു ശരീരത്തിൽ തോരത്ത് കൊണ്ടുകൊണ്ട് മൂടിയിട്ടുണ്ട്. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, സാറേ ദ്വാരക്കണം, വേദന കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല, വേദന കൊണ്ട് സഹിക്കുന്നില്ല, വേദന കൊണ്ട് സഹിക്കുന്നില്ല. അവിടെ നിന്ന് കണ്ണുനീരോടെ പൊട്ടിക്കറിയുകയാ. എന്നിട്ട് ആ ചെറുപ്പക്കാര് പറഞ്ഞിട്ടുള്ള വാക്യം തന്നറിയോ, സാറേ എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട, നല്ലതുപോലെ ഒന്ന് നിസ്കരിക്കാനുള്ള ഒരു ആരോഗ്യം അല്ലാഹു എനിക്കൊന്ന് തന്നാമെന്ന് സാറേ. ഒന്ന് സുജൂദ് ചെയ്യാം, പടച്ചവന്റെ മുമ്പില് ഒന്നിരുന്നു കൊണ്ട് ശ്രദ്ധിക്കല്ല ഒരവസരം എനിക്കൊന്ന് വന്നാൽ അതിന് വേണ്ടി ദ്വാരക്കണേ, ദ്വാരക്കണേ, ദ്വാരക്കണേ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെന്നാ ചെറുപ്പക്കാരൻ കണ്ണുനീരോടെ പറയാ, ഈ സമീർവാരും ഒറ്റക്കല്ല, എന്നോടൊന്നും എല്ലാ സമയത്തും കടന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കൊണ്ടെന്നോട് ചെയ്തവരുകളുണ്ടെന്നോടൊന്ന് അവിടെന്ന് പറഞ്ഞു പോവുകയാ. അല്ലാഹു എനിക്ക് ആരോഗ്യം തന്നൊരു സമയമുണ്ടായിരുന്നു, അല്ലാഹു എനിക്ക് ആഫിയത്തിട്ടൊരു സമയമുണ്ടായിരുന്നു. കളിച്ചു ചിരിച്ചുകൊണ്ട് ഈ ദുനിയാവിന്റെ പുറംലോകത്തിലൂടെ കടന്നുപോയതാ. പടച്ചവന്റെ പള്ളി എന്റെ വീടിന്റെ മുമ്പിലുണ്ട്. അല്ലാഹുവിന്റെ പള്ളിയും ഒരുപാട് ഭാഗ്യങ്ങളും ഇങ്ങനെ കേൾക്കാറുണ്ട്. പടച്ചവന്റെ പള്ളിയിലേക്ക് പോയിട്ടില്ല, ഞാൻ നിസ്കരിച്ചിട്ടില്ല.
അതുകൊണ്ട് അല്ലാഹു എനിക്ക് തന്നിട്ടുള്ള രോഗമാ, പടച്ചവൻ എനിക്ക് തന്നിട്ടുള്ള വിഷമമാണ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയെങ്കില് ഇന്നിവിടെ മഹാനുഭാവന്റെ മുമ്പില് പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വന്ന ആണത്തമുള്ള ചെറുപ്പക്കാരാ, ഇവിടെ വെച്ചുകൊണ്ട് നിനക്ക് നെഞ്ചകത്തിന് കൈവച്ചിട്ട് പറയാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് നാളെ മുതൽ പടച്ചവന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ഞാൻ ഓടി പടച്ചവന്റെ പള്ളിയിലേക്ക് പോകുകയാ, സുജൂദിലേക്ക് വീഴുകയാ, അസഹയാ തിരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരയാ നിസ്കരിച്ചിട്ട് നീ നിന്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ മോനെ നിന്റെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം ചോദിച്ചോ. റബ്ബേ രോഗം തരല്ലേ പടച്ചോനെ, ക്യാൻസർ തരല്ലേ പടച്ചോനെ എന്ന് മനസ്സറിഞ്ഞുകൊണ്ട് നിസ്കാരത്തിന് ശേഷം ചോദിക്കണമെന്ന് പടച്ചവന്റെ ഖുർആൻ പറയുമ്പോൾ എന്റെ പ്രിയ ദുനിയാവിന്റെ ആഡംബരത്തിന് വേണ്ടി ആകാശത്തിന് വേണ്ടി ധർമ്മത്തിന്റെ കരിവാരക്കെട്ടുകളില് നീ നിന്റെ മനസ്സും നിന്റെ കാതും നിന്റെ ശരീരവും കൊടുക്കുമ്പോ എന്റെ നിനക്ക് ആരോഗ്യം തന്ന പടച്ചവനെ മറന്നുപോയതെന്റെ പൊന്നുമോനെ, എന്റെ ഭഗവാനക്ക് രോഗം വരാതിരിക്കണോ, അറ്റാക്ക് വരാതിരിക്കണോ, വാദമെന്ന് പറയുന്ന രോഗം വന്നു നിന്റെ നിനക്ക് വേണ്ടല്ലോ. അങ്ങനെയുള്ള സന്തോഷത്തോടുകൂടി നല്ല ജീവിതം വേണോ? ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഇല്ലെന്ന് ചൊല്ലി മരിക്കണോ? കൂട്ടുകാര് വിളിക്കുമ്പോ കൂട്ടുകാരോടൊപ്പമോടല്ലേ കൂട്ടുകാരാ അവരോടൊപ്പം കടന്നു പോകണോ? ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ അല്ലേ ദുനിയാവ് നമ്മളിങ്ങനെ മാടി വിളിക്കും വാടാന്ന്. എവിടത്തേക്കാ? നിസ്കാരത്തിന്റെ സമയം ഇബ്ലീസ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മളോട് പറടാ പോവല്ലേ പോയാ നിനക്ക് അല്ലാഹു നല്ല ഖൈറായ വഴികളൊക്കെ തരുന്നുണ്ട്, പോവല്ലേ ഇങ്ങനെ ഇബ്ലീസ് എന്നിട്ട് പറയില്ല. ഇല്ലേ ഇങ്ങനെ പറയും. അപ്പൊ നമ്മൾ അവന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഓടും. എത്ര ഞാനൊന്ന് ചോദിക്കട്ടെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, എത്ര യുവാക്കളാണ് നമ്മളെ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്ക് നമ്മളെ വന്നിട്ട് വിളിക്കും. പക്ഷെ നിസ്കാരത്തിന് വേണ്ടി വിളിക്കോ? ഇല്ല. അതിന് വേണ്ടി വിളിക്കൂലല്ലോ, അതിന് കഴിയില്ല. അതവർക്കൊരു മടിയായിട്ട് മാറിപ്പോയി. ആദരവായി നബിയുനാ മുഹമ്മദ് മുസ്തഫ നമ്മുടെ മുത്തല്ലിമീങ്ങൾ പുറക്കെ സ്വലാത്തിൽ ഇന്നുമില്ലെങ്കിലും 10 സ്വലാത്ത് ചൊല്ലിപ്പിച്ച കഥയെങ്കിലും പറഞ്ഞിട്ട് പടച്ചവനെ അള്ളാഹു നമുക്ക് സന്തോഷം തരട്ടെ. അതുകൊണ്ട് ഈമാൻ വിട്ട് മരിക്കണമെങ്കിൽ നിസ്കാരം ഒഴിവാക്കരുത്. ഒരല്പം എഴുന്നേക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഒരല്പം പിടിച്ചിട്ടെങ്കിൽ അള്ളാന്റെ പള്ളി പോകാൻ പറ്റും. എത്ര അവിടെ? എന്നാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ദുആരക്കണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലെങ്കിൽ പരാജയത്തിന്റെ പടുകുഴിയിലാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഒന്നപ്പോ 2 റക്അത്തെങ്കിലും അല്ല നിസ്കരിച്ചു. 2 റക്അത്തല്ലേ സുബൈക്ക് മുമ്പൊക്കെ 2 റക്അത്ത് നിസ്കരിച്ചു നോക്കും അല്ലേ? ബഹുമാനപ്പെട്ട അസ്ഗർ ഇബ്നു മുഗീത്ത് റഹിമഹുല്ലാഹ് കിടന്നുറങ്ങുകയാണ്, നല്ല സുഖമുദ്രയാണ്. അപ്പോഴാ ഒരു സ്വപ്നം കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നല്ലൊരു സുന്ദരിയായ ഒരു പെണ്ണിനെയാ സ്വപ്നം കാണുന്നത്. ആര് കണ്ടാലും കുടിച്ചു പോകുന്ന തരുണീമണിയാ സ്വപ്നം കാണുന്നത്. അസ്ഗർ ഇബ്നു മുഗീത്ത് റഹിമഹുല്ലാഹ് ചോദിച്ചു, അല്ല മോളെ, ദുനിയാവിൽ ഇതുപോലെ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. നീ ഏതാ ദുനിയാവിൽ നിന്നെ പോലെ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. നീ എവിടെന്നാ വന്നേന്നാണ്? എവിടെ? സ്വപ്നത്തിലാണ്. അസ്ഗർ ഇബ്നു മുഗീത്ത് റഹിമഹുല്ലാഹ് അവരോട് പറഞ്ഞു, എന്റെ പേര് ഹൂർ എന്നാണ്. ചെറുപ്പക്കാരാ, ഇവിടത്തെ പെണ്ണിന്റെ പിന്നാലെ വരക്കും താനുകൊണ്ട് നിസ്കാരം കളഞ്ഞില്ലേ? വഴിയോരത്ത് പോയി കായിരുന്നപ്പോൾ ബാങ്ക് പോക്കില്ലേ? അസ്ഗർ ഇബ്നു മുഗീത്ത് റഹിമഹുല്ലാഹ് സ്വപ്നത്തിൽ കാണുമ്പോ സുബ്ഹാനല്ലാഹ്
സ്വപ്നത്തിൽ പറഞ്ഞു, മോളെ നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്, നിനക്ക് സമ്മതമാണോ പെണ്ണേ? അവിടെ നിന്ന് പറഞ്ഞല്ലയോ പ്രിയപ്പെട്ട അസ്രറിന് മുറിയിട്ടേ, നിങ്ങളുമായിട്ടുള്ള വിവാഹം ഞാൻ റെഡിയാണ്, എനിക്ക് നിങ്ങൾ മഹർ തരണം. കുടുങ്ങി ഉറക്കത്തിൽ മഹറൊക്കെ ചോദിക്കാൻ. എന്താ മഹർ? എന്താണ് മഹർ? അപ്പോഴാണ് പറഞ്ഞത്, അത് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. എന്റെ മഹർ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമാണ്. അത് കൊടുക്കേണ്ടുന്നത് എവിടെയെന്നറിയോ? അത് പടച്ച റബ്ബിലേക്ക്. 2 റക്അത്ത് സുന്നത്ത് ഇല്ലേ? പോയിട്ട് ഒരുപക്ഷെ നമ്മൾ പള്ളിയിൽ പോയാലും പെട്ടെന്ന് ഓടല. 2 റക്അത്ത് സുന്നത്ത് എന്താണ്? അത് മഹറായിട്ട്. എന്തിന്? സ്വർഗത്തിലെ പെണ്ണിനെ കിട്ടാൻ. യാ അല്ലാഹ്, ചിന്തിച്ചു നോക്കി നിങ്ങൾ. അല്ലാഹു ഒരുപാട് കൂലി നമുക്ക് വെച്ചിട്ടുണ്ട്. ഓരോ വഖത്തിന്റെ ഓരോ സുന്നത്തിനും ഓരോരോ കൂലികൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. ഒരു സുജൂദ് ചെയ്യുമ്പോൾ, പിന്നെ ഇപ്പോൾ ളുഹർ നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരത്തിൽ ഒരു സുജൂദിന് 18 കൂലി അല്ലാഹു തആല നൽകുന്നുണ്ട്. അതുകൊണ്ട് എണ്ണി പറയാനുള്ള സമയം നമുക്കില്ല. ഒരു സുജൂദിന് 18 കൂലിയാണ് അന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അല്ലാഹു നമുക്ക് നല്ലത് ചിന്തിച്ച് കേൾക്കുന്ന സൗഭാഗ്യം തരട്ടെ. അതുകൊണ്ട് പടച്ചവനെ മറക്കല്ലേ. അല്ലേ? അല്ലാഹനെ മറക്കുമ്പോഴാണ് പെങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ നമ്മുടെ ഭർത്താവ് എവിടെയാണ്? വിദേശത്താണ്, ഖത്തറിലാണ്, കുവൈറ്റിലാണ്, സൗദിയിലാണ്. എന്തേ നമുക്കിന്നിപ്പോ ദാരിദ്ര്യം? പടച്ചവനെ മറന്നുപോയി. പണ്ടുള്ള സമയങ്ങളിൽ സന്ധ്യ സമയമാകുമ്പോൾ ഉമ്മമാരൊക്കെ അല്ലാഹു കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുക്കാനുണ്ടായിരുന്നു, ഓതാറുണ്ടായിരുന്നു. സൂറത്തുൽ വാഖിഅ ഓതിയിരുന്ന പണ്ടുള്ളവർ അന്നവർക്കുള്ളതുപോലെ അൽഹംദുലില്ലാഹ് നല്ല സുഖമായ ജീവിച്ചിട്ടുണ്ട്. ഇന്നോ സന്ധ്യ സമയമാകുമ്പോൾ കുഞ്ഞുമാരെ കുറ്റപ്പെടുത്തി ആയിരക്കണക്കാണ് സീരിയലുകളാണ്. അതിന്റെ പിന്നിലൂടെ പോകുമ്പോൾ എവിടെ പടച്ചവനെ കുറിച്ച് ഓർക്കാൻ? പണ്ടുള്ള ഉമ്മമാരൊക്കെ ഓതെന്താ? ഗൃഹപ്രേമങ്ങളൊക്കെ മാറണം. എന്റെ ഭർത്താവൊക്കെ ജോലിക്ക് പോയിക്കാൻ അവർക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത്. പണ്ടുള്ള ഉമ്മമാർ ഇന്നോ സന്ധ്യ കഴിഞ്ഞ റിമോട്ട് എടുക്കാൻ നിങ്ങളെ കുറ്റം പറയല്ല. ഒന്ന് ചിന്തിച്ചു നോക്കി. അല്ലാഹനെ മറന്നില്ലേ നമ്മൾ? ആ സമയത്തൊക്കെ വാക്യം ഓടിക്കൂടെ? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണ്ടേ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവ് ഏത് രാജ്യത്തിനെതിരെ ഭർത്താവിന്റെ ജോലിയിൽ ബറക്കത്ത് ലഭിക്കണോ? എന്റെ മക്കളുടെ ജോലിയിൽ ബറക്കത്ത് ലഭിക്കണോ? ദാരിദ്ര്യമില്ലാതെ കുടുംബജീവിതം മുന്നോട്ട് കടന്നു പോകണോ? മക്കളുടെ കാര്യങ്ങൾ സന്തോഷത്തോടെ കടന്നു പോകണോ? എന്റെ കുഞ്ഞുമ്മ, ഇന്നിവിടെ ബഹുമാനപ്പെട്ട മഹാനുഭാവന്റെ ചാരത്ത് കണ്ടിരുന്നത് പ്രഭാഷണം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, മനസ്സ് തട്ടിയിട്ടാ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നാളത്തെ മഗ്‌രിബിന്റെ സമയം മുതൽ അല്ലാഹുവേ ആയിരക്കണക്കായിട്ട് വരുന്ന സീരിയലുകള് ഒരു പരമ്പര കഴിയുമ്പോൾ അടുത്ത പരമ്പര മാറി മറിഞ്ഞു കൊണ്ടിരുന്നോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് ആരാ സീരിയൽ കൊണ്ടുവന്നത്? ഇസ്രായേലിന്റെ ആളുകളല്ലേ സീരിയൽ കൊണ്ടുവന്നത്? ആ സീരിയൽ കൊണ്ടുവന്ന ജോർജീസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ സീരിയലല്ലേ? ആ സീരിയലല്ലേ പെണ്ണുകളെ ഇന്ന് പരസ്പരമായിട്ട് മാറിയിട്ടുള്ളത്? ഇസ്രായേലിന്റെ മെയിൻ പണി എന്താണ്? നിസ്കരിക്കുന്ന പെണ്ണുകളെ, കൊടുക്കുന്ന പെണ്ണുകളെ, സുരക്ഷ ചെയ്യുന്ന പെണ്ണുകളെ, അവരിന്റെ സമയമായാൽ പരസ്പരന്റെ കുറച്ചിട്ട് യാസീനേകുന്ന പെണ്ണുമ്പ ഓടാതിരിപ്പിക്കാനാണ്, ചെയ്യാതിരിപ്പിക്കാനാണ് ഇതുപോലുള്ള സീരിയലുകൾ കൊണ്ടുവരുന്നത്. ഒരു സീരിയലെന്ന് കണ്ടുപോയാൽ അതിനകത്ത് വല്ല മേഖലമുണ്ടോ? അമ്മായിയെന്ന് കുറ്റം പറയാനല്ലേ പകരുക? ഭർത്താവിനെങ്ങനെ വിഷം കൊടുക്കാനല്ലേ പകരുക? അയൽവാസിനെ ചീത്ത വിളിക്കാനല്ലേ പകരുക? ഒരു മണ്ണ എന്റെ പെണ്ണുകളെ മനസ്സ് തട്ടിയിട്ട് പറയാൻ പറ്റുമോ? ഒരു സ്ത്രീയിൽ ഒരു നന്മയെന്ന് പറയാൻ പറ്റുമോ? വിഷം കൊടുക്കുന്ന കഥകളെന്ന് കേട്ടുകൊണ്ടിരുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നിർത്താൻ സമയമായ എന്റെ ഉമ്മ
സീരിയൽ കൊണ്ടുവെക്കുന്ന സമയത്താണ് എന്റെ റൂഹ് പിടിക്കാൻ അസ്രായീൽ കടന്നു വരുന്നതെങ്കിലേ അല്ലാഹുവേ എന്റെ പൊന്നു പെങ്ങളെ എവിടെ കേൾക്കാൻ നിന്റെ പോക്ക് നിന്നെ കുളിപ്പിക്കാൻ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുണ്ടോ നിന്നെ കൊണ്ടുപോകാൻ പടച്ചവന്റെ റഹ്മത്തിന്റെ മലക്കുണ്ടോ അതുകൊണ്ട് എന്റെ പൊന്നുമ്മ ശരീര പെരിയ പോകല്ലേ കയ്യിലെ പെരിയ പോകല്ലേ പടച്ചവന്റെ ഖുർആൻ ഓദിക്കോ സൂറത്തുൽ വാഖിഅ ഓദിക്കോ യാസീൻ ഓദിക്കോ എത്രയോ പാവപ്പെട്ട പ്രിയപ്പെട്ട വിദേശികൾ ഗൾഫുകാർ അവരെ പൊട്ടിക്കറിയുന്നില്ലേ പെങ്ങളെ ജോലിയുള്ള ഉസ്താദേ പോയത് വർഷങ്ങളായി മാസങ്ങളായി ആഹാരം കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല ഒരൊറ്റ റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ് എന്റെ പെങ്ങളെ നിങ്ങൾ വിചാരിച്ചാൽ നാളത്തെ മഗ്‌രിബിന്റെ സമയം മുതലേ വാഖിഅന്ന് ഓടിപ്പോയാല് യാസീനും ഓടിപ്പോയാൽ ഇൻഷാ അല്ലാഹ് നിന്റെ ഭർത്താവ് നിങ്ങളെ വിളിക്കും എന്നെ നല്ല ജോലി കിട്ടിയിട്ടുണ്ട് നല്ല ശമ്പളമാ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നിന്റെ മനസ്സുകൊണ്ട് കേൾക്കുമെന്നതില് ഒരു സംശയമില്ല 100% ഉറപ്പാണ് അല്ലേ നമുക്ക് ചെയ്യാൻ മടിച്ചിട്ട മടിയാണ് അള്ളാഹു നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിൽ നിന്നുള്ള മടി അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ നമുക്കൊന്ന് പറയാം അങ്ങനത്തെ മടി അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ അല്ലേ നമ്മളത് ചിന്തിക്കൂല ദുനിയാവിലൂടെ ഇങ്ങനെ പോയിട്ട് അതുകൊണ്ട് കഴിച്ചു കളയാ സമയങ്ങൾ പറ്റൂല അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചുകൊണ്ട് ഖുർആൻ ഓതി അങ്ങനൊക്കെ മുന്നോട്ട് വന്നാൽ അൽഹംദുലില്ലാഹ് നിനക്ക് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറ്റുമെന്ന് സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമയല്ല പെട്ടെന്ന് പറഞ്ഞു പോവാ രണ്ടാമത് അവിടെ നിന്ന് പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനെ അതിരറ്റുകൊണ്ട് സ്നേഹിച്ചോളി ഒന്ന് അല്ലാഹുവാൻ രണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ആ ഹബീബിന്റെ വഴിയിലൂടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു വഴിയിലൂടെ ഫോളോ ചെയ്തുകൊണ്ട് കടന്നു പോയാൽ അല്ലേ ഞാൻ ഉസ്താദ് ഇപ്പോഴൊന്നും മരിക്കൂല എന്നാണ് അല്ലേ ഐ ചലഞ്ച് ഓഫ് മൈ ഡെത്ത് ഞാൻ എന്റെ ആത്മാവിനെ വെല്ലുവിളിക്കാൻ എന്റെ റൂഹപ്പെടുന്നും പോകില്ല ഇനിയും എനിക്ക് ഒരുപാട് സമയമുണ്ട് ഒരുപാട് കാലഘട്ടമുണ്ട് 10-20 വയസ്സല്ലേ ആയിട്ടുള്ളൂ 27 വയസ്സല്ലേ 30 വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇനിയും എനിക്ക് ഒരുപാട് കാലഘട്ടമുണ്ട് പറ്റൂല തു അമ്മീലു ദുനിയാ തവീലൻ വലാ തബിരി تعيشوا بلا فجري وكم من صغير مات من غير علتي وكم من مريض عاش دهرا بلا دهري നമ്മൾ ഈ കണ്ണടച്ച് ഇങ്ങനെ അങ്ങോട്ട് പാടിയിട്ട് പിന്നെ കണ്ണുറക്കുമ്പോൾ ആൾക്കാർ കഴിഞ്ഞിട്ടേ അല്ലേ അടച്ച എന്താ സംഭവിച്ചെന്ന് കരുതി ഇൻഷാ അല്ലാഹ് ഒന്ന് കുറച്ചും പോട്ടിരുന്ന് കൊടുത്തൂല അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മുടെ സദസ്സിനെ ഭംഗിയാക്കി തരട്ടെ ഈ സദസ്സിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ ഈ നാട്ടുകാർ നല്ല ഭാഗ്യമല്ലാരാ ഉസ്താദുമാരോടൊപ്പം മുതഅല്ലിമീങ്ങളോടൊപ്പം ഇവിടെ ഇരിക്കുന്ന പറഞ്ഞാല് ഞാൻ അപ്പുറം സന്തോഷം മറന്നില്ല അവരുടെയൊക്കെ ഒരു ആമയും കിട്ടിയാൽ മതി രക്ഷപ്പെട്ടല്ലേ നമ്മള് അള്ളാന്റെ ഖുർആൻ പഠിക്കണ മക്കളല്ലേ അള്ളാഹു അതൊക്കെ ഉഹ്റബിയായ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ നല്ല ദക്കായക്കുള്ള ഇൽമ് അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ ചിന്തിക്കാം ഞാൻ ഇന്നിങ്ങനെ ജീവിച്ചു പോകുന്നൊന്നും വിചാരിക്കണ്ട അതുകൊണ്ട് സമയം വളരെയേറെ കുറവാണ് ഏത് സെക്കൻഡ് അള്ളാഹു വിളിക്കുന്നു അപ്പോഴും പോകണം അപ്പൊ പോകണം അതിനാണ് പറയുന്നത് അള്ളാഹിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കണം രണ്ടാമത് അള്ളാഹിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കണം അല്ലേ ഒരു സ്വഹാബി അള്ളാഹിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വരാൻ മദീനക്കാരനാ അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വരികയായ അള്ളാഹിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് കരയുകയാണ് കണ്ണുകളിൽ കൂടെ കണ്ണുനീര് ധാരധാരയായ ഒരു കണ്ണുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നിട്ട് സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിനോട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് അവിടെ ഇരുന്നു എന്റെ ഈ സമയത്ത് വന്നത് മുത്തുനബിയെ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയതാണ് ഞാൻ മദീനക്കാരനാ ഞാൻ എന്റെ വീട്ടിലേക്ക് ഇവിടെ നിശാ നിസ്കാരം കഴിഞ്ഞിട്ട് കടന്നുപോയി എന്റെ വീട്ടിൽ ഞാൻ ചെന്ന് കടന്നുകൊണ്ട്
ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടന്നിട്ട് എനിക്കുറക്കം വരുന്നില്ല നബിയേ. എന്റെ മനസ്സ് വിളിച്ചു പറയുന്നുണ്ട്, എഴുന്നേറ്റ് പോരാ ഇവിടന്ന്, അള്ളാന്റെ ഹബീബിന്റെ മുഖത്തേക്കൊന്ന് പോയി നോക്കുക. അവിടെ സന്തോഷമുണ്ട്, അവിടെ ആനന്ദമുണ്ട്, അവിടെ അമൂല്യ സ്വത്തുകളുണ്ട്. അള്ളാന്റെ ഹബീബിനെ കാണണമെന്നുള്ള ആഗ്രഹമാണ്. നബിയേ, കിടന്നിട്ട് ഉറക്കം വരാതെ എഴുന്നേറ്റ് വന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ നബിയേ? മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു ചോദിക്കുക, യാ റസൂലല്ലാഹ്, ഇവിടെ വന്നിരുന്നുകൊണ്ട് ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് നോക്കുമ്പോ എന്റെ കണ്ണ് നിറഞ്ഞുകാറുണ്ട്. ഞാൻ എന്റെ കൊതി തീരുവോളം റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കാറുണ്ട്. നബിയേ, നാളെ ഈ ലോകത്തിന് വിട പറഞ്ഞു പോയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും നല്ല ഉന്നതമായ പദവിയിലല്ലേ നാളെ ഇതുപോലെ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇരിക്കുന്നത് പോലെ, റസൂലുള്ളാഹിന്റെ ചാരത്തിരിക്കുന്നത് പോലെ നാളെ സ്വർഗീയ ലോകത്ത് വന്ന മുത്തുനബിയേ, അവിടത്തോടൊപ്പം ചേർന്നിരിക്കാൻ എനിക്കൊന്ന് കഴിയോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് നിശബ്ദരായിട്ട് നിൽക്കുകയാ. എന്തിനാണ് നസലൽ അമീൻ മലക്കു ജിബ്രീൽ? വല്ലാത്തൊരു ചോദ്യമല്ലേ ചോദിച്ചു പോയത് നബിയേ. ഇവിടെ നമ്മുടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത് പോലെ ഒരു പക്ഷേ ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയാൽ അല്ലാഹു സ്വർഗം തന്നാൽ സ്വർഗത്തിന്റെ ഏതെങ്കിലും ഒരറ്റത്താകൂല്ലേ? കുഞ്ഞു നബിയെ, നിങ്ങൾക്ക് അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ്, പദവി ഉറപ്പല്ലേ? സ്വർഗത്തിന്റെ ഏറ്റവും വലിയ അലയിലല്ലേ? ഇതുപോലെ മുഖത്തോട് മുഖം നോക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. അവിടെ നിന്ന് കടന്നു വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുക്കുകയാ. യാ റസൂലല്ലാഹ്, ഓതിക്കൊടുക്കു നബിയെ, ഓതിക്കൊടുക്കുക. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഉലൈക മഅൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൽ നബിയ്യീന വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുക്കും നബിയേ, ആരാണ് പടച്ചവനെ ഇഷ്ടപ്പെടുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് കള്ളു കുടിക്കല്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ കുടിച്ചിട്ടില്ല, പിന്നെ കുടിക്കല്ലെന്ന് പറഞ്ഞിട്ട് അവൻ പിടിച്ചിട്ടില്ല. പലിശ മേടിക്കല്ലേന്ന് പറഞ്ഞിട്ട് അവൻ പലിശ മേടിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ വാക്കുകേട്ട് കൊണ്ട് ജീവിച്ചവനാരാണ്? റസൂല, അല്ലാഹുവിന്റെ ഹബീബേ. അവിടന്ന് കാട്ടിക്കൊടുത്തിട്ടുള്ള പാതയിലൂടെ മുന്നോട്ട് കടന്നുപോയവനാരാ? അവനെവിടെയാണ്? ഫഉലൈക മഅൽ ലദീന അൻഅമ അല്ലാഹു ഒരുപാട് നിഅമത്ത് ചെയ്തവർ, അല്ലാഹു അനുഗ്രഹം ചെയ്തവർ ആരൊക്കെയാണ്? മിനൻ നബീന വസ്സുദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോടൊപ്പം, അബൂബക്കർ സിദ്ദീഖ് തങ്ങളോടൊപ്പം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോടൊപ്പം അവരൊക്കെ ഉണ്ടെന്നാണ്. എന്നാലോ 4 ഖലീഫമാര് അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൗദുൽ കൗസറിന്റെ 4 ഭാഗത്തല്ലേ? അവരോടൊപ്പം നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയല്ലോ? 4 ഖലീഫമാർ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൗദുൽ കൗസറിന്റെ 4 ഭാഗത്ത്. കാന മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നല്ല ഉദ്ദേശിച്ച സിദ്ദീഖീങ്ങൾ. അപ്പൊ സിദ്ദീഖുൽ അക്ബർ തങ്ങളോടൊപ്പം സിദ്ദീഖുകൾ അള്ളാന്റെ ഹബീബിനെ കൊണ്ട് വിശ്വസിച്ച്, അള്ളാഹുവിനെ അതിരറ്റുകൊണ്ട് സ്നേഹിച്ച്, അള്ളാന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നുപോയി നിബിതങ്ങളെ ഏറ്റവും നല്ല സന്തോഷം കൊണ്ടുവന്നു. ഈ വരെ കാലഘട്ടത്തിൽ ഇന്നിപ്പോ ഏറ്റവും വലിയ അനുരാഗം എവിടെയാണ്? ഇന്നിപ്പോൾ ഈ തൊട്ടടുത്ത് എന്റെ പ്രിയപ്പെട്ട ഈ വാക്കുകൾ മുഴുവനും ആവേശത്തോടുകൂടി കണ്ടിരുന്ന ഒന്നുണ്ട്, പ്രേമം. അല്ലേ? ആ പ്രേമത്തിന് വേണ്ടി ഓടിയില്ലേ നിങ്ങൾ? ഓടിയില്ലേ? ബൈക്കിലൊക്കെ എന്താ ചീറിപ്പായാണ്. ഒരു ദിവസം ഇങ്ങനെ വാള് കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഭയങ്കര തിരക്ക്. ഫുള്ള് നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കളാണ്, മലപ്പുറത്തിന്റെ മക്കളാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ പോവാൻ വരിവരിക്കിന് പോകും, നമ്മളോട് പോകാൻ തന്നെ കഴിയണില്ല. അടുത്തുള്ളൊരു കടയിൽ നിർത്തിയിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട തങ്ങളും കൂടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി.
അപ്പൊ ചോദിച്ചു, എന്താ ഇത്ര പിന്നെ വണ്ടി ബ്ലോക്ക്? അപ്പോഴാണ് ഉസ്താദെ, ഇപ്പൊ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, മക്കളൊക്കെ അതിന് പോയിട്ട് സുബ്ഹാനല്ലാഹ് അതിന് വേണ്ടി എന്നാൽ പടച്ചവനിക്ക് വേണ്ടി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു സിനിമ നീ കണ്ടുകൊണ്ടിരിക്കുമ്പോ നിന്റെ റൂഹിനെ അസ്റായീൽ പിടിച്ചുകൊണ്ടുപോയാൽ പൊന്നുമോനെ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗമുണ്ടോ? ഇല്ല. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അവർ വരുമോ? ഇല്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. ഒന്ന് അല്ലാഹുവിനെ സ്നേഹിച്ചോളി, അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടോളി. എന്നാൽ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റും. ശംസുൽ ഉലമയെ പോലെ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനുഭാവരെ പോലൊക്കെ മരിക്കാൻ പറ്റും. ഇല്ലെങ്കിലോ നാണം കെട്ട് ആർക്കും വേണ്ടാതെ, മക്കൾക്കും വേണ്ട, ഭാര്യക്കും വേണ്ട, സഹോദരങ്ങൾക്കും വേണ്ട, ഒരാൾക്കും വേണ്ടാത്ത കൊലത്ത് മരിക്കണോ? വേണ്ട. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇൻഷാ അല്ലാഹ് ഈ മഹാനുഭാവന്റെ ചാരത്ത് വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ പറയാ, ഷമീർ ദാരിമിയുടെ ഉപ്പയോ ഉമ്മയോ സഹോദരനോ അള്ളാന്റെ നരകത്തിൽ പോണ ഇഷ്ടപ്പെടുവോ? ഒരിക്കലുമില്ല. അതുപോലെ കണ്ടിട്ട് എന്റെ ഉപ്പയെ പോലെ, എന്റെ അനുജനെ പോലെ, എന്റെ ഉമ്മയെ പോലെ കണ്ടിട്ട് പറയാ, സൂക്ഷിക്ക, ഇഷ്ടപ്പെടുക പടച്ചോനെ, അള്ളാന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുക. എങ്ങനെ സ്വലാത്ത് ചൊല്ലിക്കോളി. അതങ്ങനെ ഞാൻ പറഞ്ഞു, ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കോളി. ആദരവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ആ ഹബീബിന്റെ പാതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയാൽ അൽഹംദുലില്ലാഹ് വളരെയേറെ സന്തോഷമല്ലേ, വളരെയേറെ ആനന്ദമാണ്. അതുകൊണ്ട് കഴിയുമ്പോഴൊക്കെ അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് ഒരുപാട് സ്വലാത്തൊക്കെ ചൊല്ലിക്കോളി. സ്വലാത്ത് അധികരിപ്പിക്കുന്നവന് കുറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനും അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം കണ്ടുകൊണ്ട് മരിക്കാനും പറ്റുമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അതുകൊണ്ടാണല്ലോ പിന്നെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള് വഫാത്താകാൻ വേണ്ടിയിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ പുഞ്ചിരിക്കാണ്. അങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്? ഞാൻ ഇനി എന്താ ചെയ്യേണ്ടെന്നാ ചോദിച്ചു. അല്ല, നിങ്ങൾ ഈ സമയത്ത് ഇങ്ങനെ പുഞ്ചിരിക്കാൻ അസ്റായീൽ ഇങ്ങനെ അടുത്തുണ്ടല്ലോ, പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്? എന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ ഹബീബല്ലേ? ആരാണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ മരുമകനായ അലി. അതല്ലേ ബഹുമാനപ്പെട്ട മലക്കുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വരികയാണ്. പെട്ടെന്ന് പറഞ്ഞു പോകും, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വരികയാണ്. ഒന്നാമത്തെ മലക്കാരാണ് ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ. പറഞ്ഞോളി, മടിക്കല കറക്റ്റ് 2 മണിക്കൂറാണ്, അപ്പുറത്തോട്ട് പോകൂല. ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ الصلاة والسلام കൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് മൻ സല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മറات അന ആഖുദൻ ബിയദിഹി വഅമറുഹു അല സിറാത്തി കൽബർദി ഖൽഫി. അല്ലാഹുവിന്റെ നബിയേ, ആരാണ് അവിടെ ഒരാളൊരു 10 സ്വലാത്ത് ചൊല്ലുന്നത്? ആ 10 സ്വലാത്ത് ചൊല്ലുന്നവന്റെ കയ്യും പിടിച്ചിട്ട് സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലമുണ്ടല്ലോ, അതിലൂടെ ഞാനിങ്ങനെ കടന്നു പോകും. നമ്മളെ ഉമ്മമാരൊക്കെ പറയും, അല്ലെ, നമ്മളെ പണ്ടത്തെ മദ്രസയിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ പഠിച്ചപ്പോഴൊക്കെ നല്ല മുടിയേഴായി കീറിയിട്ട് അതിലൊരു പാലം കെട്ടിയിട്ട് എന്നൊന്നും കേൾക്കാൻ തന്നെ ഇല്ല. ദിവസം ചൊല്ലിയാൽ ബഹുമാനപ്പെട്ട മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ മലക്ക് വരികയാണ്. നമ്മുടെ സംഘാടകർ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് ബക്കറ്റുമായിട്ട്. നിങ്ങളോട് അധികമൊന്നും അവർ ചോദിച്ചിട്ടില്ല. നല്ല നിങ്ങളാൽ കഴിയുന്ന ഈ സദസ്സിന്റെ മഹാത്മ്യം മനസ്സിലാക്കി, സന്തോഷം മനസ്സിലാക്കി നല്ലൊരു സംഖ്യ ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ പറഞ്ഞിട്ട് നിങ്ങൾ നിർത്തിയിടണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുപോലെ എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളൊക്കെ മനസ്സിലാക്കുക, ഞാൻ ഇതിന്റെ ഇടയ്ക്കൊന്ന് സൂചിപ്പിക്കും. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സദസ്സ് പിരിയുമ്പോ കണ്ണുനീരോടെ ആയിരിക്കണം. നമ്മുടെ മരണത്തിലേക്ക് എത്തിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് മരിക്കണം. അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം തരട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ശ്രദ്ധാവിഷയമായിട്ടുള്ള വിഷയം ഞാൻ പറയും. ഇൻഷാ അല്ലാഹ് മരണത്തെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുള്ളൂ. നിങ്ങൾ അങ്ങനെ എന്താ ഇപ്പൊ മൂലർ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കണ്ട. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുള്ളൂ. എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരോട് തന്നെ പറയാം, നിങ്ങളുടെ നാട്ടില് നിങ്ങൾ സ്നേഹം കൊടുത്ത, നിങ്ങൾ സന്തോഷം കൊടുത്ത, നിങ്ങൾ ആദരവ് കൊടുത്ത നിങ്ങളുടെ മക്കൾ അൽഹംദുലില്ലാഹ് ഒരു സൂനിയർ അൽഹംദുലില്ലാഹ് ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരൊക്കെ അൽഹംദുലില്ലാഹ് അവരുടെ കൈയുടെയൊക്കെ ഓരോരോ ലേഖനങ്ങളും അമൂല്യമുത്തുകളാണ്. അതൊക്കെ ഒരു വലിയ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അമൂല്യമുത്തുകൾ ഇതിന്റെ ഉള്ളിലുണ്ട്.
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം, നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് ഇതിനകത്തുണ്ട്. എന്റെ പ്രിയപ്പെട്ട യുവാക്കൾക്കൊക്കെ വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരുപാട് സംശയങ്ങളൊക്കെ നമ്മൾ കൊണ്ടുനടക്കാറുണ്ട്. ആ സംശയങ്ങൾക്കുള്ള മറുപടിയും ഇതിനകത്തുണ്ട്. വാദ്യോപകരണങ്ങളെ പറ്റി അതുപോലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും അൽഹംദുലില്ലാഹ് ഇതിനകത്ത് നന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10-70 രൂപയ്ക്കാണ് ഇതിന്റെ വില. അൽഹംദുലില്ലാഹ് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ നാട്ടിലെ മക്കളുടെ ഒരു പുസ്തകമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ അവർ ഇഷ്ടപ്പെട്ടതുപോലെയായി നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഇഷ്ടപ്പെടാറുണ്ടല്ലോ, സ്വലാത്ത് ചെയ്തിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടാറുണ്ടല്ലോ. ഇത് ഓരോന്നിപ്പോ നിങ്ങൾ മേടിച്ച് അവരെ ഇഷ്ടപ്പെടണം. അല്ലാഹുവേ ഇത് മേടിക്കുന്ന ഓരോരുത്തർക്കും പടച്ചോനെ നാഫിയായ ഇൽമിനെ നൽകുന്ന പടച്ചോനെ സന്തോഷം കൊടുക്കുന്ന റഹ്മാനെ, ഈ സദസ്സിൽ നിന്ന് ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ മക്കളെ കൊണ്ട് വായിപ്പിക്കുന്നവർക്ക് ആ മക്കൾക്ക് നല്ല ബുദ്ധി കൊടുക്കണം റഹ്മാനെ. എല്ലാ പരീക്ഷകളിലും വിജയിപ്പിക്കടയിൽ കൊണ്ടുതരുമ്പോ ഓരോരുത്തരും മേടിച്ചിട്ട് എത്രയോ കാശ്. പണ്ടത്തെ കാലഘട്ടത്തിൽ മനോരമയൊക്കെ വായിക്കാനാണെങ്കിൽ പോലെ കാശിങ്ങനെ ഇട്ടുകൂട്ടി മാറ്റിവെക്കും. ഇതങ്ങനൊന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഒന്ന് കൊടുത്തിട്ടൊന്ന് മേടിച്ചോളി. അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അതുപോലെ എന്റെ സഹോദരൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വരികയാണ്. കടന്നു വരികയാണ് മലക്കു മീകാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആരാണ് ചൊല്ലുന്നത്? അവിടത്തെ നിന്നും ഞാൻ അവനെ കുടിപ്പിക്കുന്നതാണ്. 10 സ്വലാത്തിലുള്ള ഗുണാണ്. 10 സ്വലാത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേർക്ക് ചൊല്ലിയാൽ അതുകൊണ്ട് ചൊല്ലണം. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലി എന്നിട്ടോ അവിടുന്ന് കടന്നു പറഞ്ഞാരാണ്? മലക്ക് ഇസ്രാഫീലാണ്. ഇസ്രാഫീലെന്ന് മലക്കൊന്ന് കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ ആരാ അവിടത്തോടെ പേരൊക്കെ 10 സ്വലാത്തെന്ന് ചൊല്ലുന്നത്? അസ്തഗ്ഫിറുല്ല, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ സുജൂദ് വീഴുകയാണ്. പടച്ചവന്റെ മുമ്പിലേക്ക് ഞാൻ സുജൂദ് വീഴും. ആർക്ക് വേണ്ടി? ഈ 10 സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി. അവന്റെ പാദങ്ങൾ പുറത്തുവന്നുവെന്ന് പടച്ചവന് പറഞ്ഞിട്ടല്ലാതെ എന്റെ തലയെ ഞാൻ സുജൂദിൽ വെറുത്തോടനെതിരെ പറഞ്ഞിട്ടുള്ളത് ആരാണ്? പാദത്തിന്റെ കൂമ്പാരത്തോട് അതിനെ പേറിക്കൊണ്ട് ജീവിക്കുന്നവരെ ചൊല്ലിക്കോവരെ 10 സ്വലാത്ത് മദീനയിലേക്ക്. മദീനത്തിന്റെ മുത്തേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. അവസാനം കടന്നു പറഞ്ഞു ആരാണ്? മലക്ക് അസ്രാഈല്. നമ്മുടെ കഥാപുരുഷനല്ലേ. കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ ആരാ 10 സ്വലാത്ത് അവിടുന്ന് ചൊല്ലുന്നത്? നബിയേ അഖ്ബല റൂഹുഹു കമാ അഖ്ബല അർവാഹുൽ അംബിയാ. അംബിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ അവന്റെ റൂഹിനെ പിടിക്കും നബിയേ. എത്ര അവസരം നമുക്കുള്ളത്! 1000 ചെല്ലാൻ പറഞ്ഞില്ല, 2000 ചെല്ലാനും പറഞ്ഞില്ല, 10 ചെല്ലാൻ മതി. ഇപ്പൊ എത്ര ചൊല്ലി നമ്മൾ? അൽഹംദുലില്ലാഹ് ഒക്കെ ചൊല്ലി. നിങ്ങൾ ഈ ചൊല്ല് സ്വലാത്ത് കാരണത്താൽ ഈ സദസ്സിൽ രോഗമായി കഴിയുന്നവരുണ്ട്. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. അതുകൊണ്ട് ഒന്ന് നമുക്ക് നല്ല മരണം കിട്ടാൻ ഇഷ്ടപ്പെടുക, 2 അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെടുക. അതായത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ നന്മയായ വഴിയാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ് നമുക്കൊന്ന് കാട്ടിത്തന്നത്. ആ വഴിയിലൂടെ അങ്ങനെ ആ വഴികളെ മാത്രം എണ്ണി പറഞ്ഞ് ഒരുപാട് പറയാണ്ട് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് വരച്ചു കാട്ടിയ ആ വഴികളിലൂടെ അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു കൂടുക. എന്നാൽ അൽഹംദുലില്ലാഹ് അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ പറ്റുമെന്ന് ആദരവായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ എല്ലാരും ചിന്തിക്കണമെന്ന് പറഞ്ഞത്. മരിക്കൂലാന്ന് പറയാൻ പറ്റുമോ? ഇനി എനിക്കൊരുപാട് കൊല്ലമുണ്ടെന്ന് പറയാൻ പറ്റുമോ? നമ്മളിവിടെ പാടിയല്ലോ അന്നീല് ഈ
ദുനിയാവിന്റെ പുറത്ത് കാലാകാലം ജീവിച്ചെടുക്കാമെന്ന് വിചാരിക്കുകയാണോ? പ്രഭാതമായി കഴിഞ്ഞ പ്രദേശത്തിലേക്ക് എത്താമെന്ന് വിചാരിക്കുന്നു. പ്രദേശമായാൽ പ്രഭാതത്തിലേക്ക് എത്താമെന്ന് വിചാരിക്കുന്നു. ചെറുപ്പക്കാരായ എനിക്ക് രോഗമില്ല, അതുകൊണ്ട് ഇപ്പോഴൊന്നും മരിക്കില്ല, എനിക്ക് വിഷമങ്ങളില്ല, എനിക്ക് ക്യാൻസർ ഇല്ലല്ലോ, എനിക്ക് അറ്റാക്കില്ലല്ലോ, അതുകൊണ്ട് ഇപ്പോഴൊന്നും ഞാൻ മരിക്കില്ല എന്ന് പറയല്ലേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എപ്പോഴാണ് പടച്ചവന്റെ വെളിയാളമെന്ന് കടന്നു വരുന്നേന്നറിയില്ല, ഏത് സമയത്താണ് കടന്നു വരുന്നേന്നറിയില്ല. وينزل الغيث ويعلم ما في الأرحام وما تدري ماذا تكسب غدا. മഹാനുഭാവന്റെ ചാരത്ത് വന്നിരുന്നുകൊണ്ട് പ്രഭാഷണം കേൾക്കുമ്പോ പടശ്വരനെ ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്ന കോണിയല്ലേ, വിവാദത്തിന്റെ കോണിയല്ലേ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരുടെ നോട്ടമില്ലേ, അവിടെ നിന്നുകൊണ്ട് മരിച്ചാൽ സ്വർഗത്തിന്റെ തോപ്പിൽ നിന്നുകൊണ്ട് മരിച്ചതിന്റെ ഭൂമിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ ആർജവത്തോടെ ഉന്മാസനം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ പഠിച്ചോ. നാളെ എന്താ ചെയ്യാൻ പോകുകയെന്ന് പറയാൻ പറ്റൂല. ഇന്നിവിടുന്ന് പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകട്ടെ, അല്ലെങ്കിലോ അല്ലാഹുവേ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന് വേണ്ടി ഓടി നടക്കുന്ന ബഹുമാനപ്പെട്ട കക്കപ്പടി ഉസ്താദിനെ പോലെയുള്ളവരൊന്ന് വിളിച്ചാൽ നാളെ നേരം വിളിക്കുമ്പോ ആ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാൻ ശരീരധാരണി ഉണ്ടാകുമോ? അറിയില്ല, അറിയില്ല. എന്റെ ബാപ്പയെ കാണാൻ പറ്റുമോ? എന്റെ ഉമ്മയെ കാണാൻ പറ്റുമോ? എനിക്ക് പറയാൻ പറ്റുമോ? ചെറുപ്പക്കാരാ, പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചാരത്ത് പോയിട്ട് തവാഫ് ചെയ്യാൻ നിന്ന് പോയ മുഅ്മിനാന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലുള്ള പാവപ്പെട്ട പെങ്ങളവിടന്ന് വിട പറഞ്ഞില്ലേ? ആ പാവപ്പെട്ട പൊന്നുമക്കളെന്ന് അവിടന്ന് വാവിട്ടുകൊണ്ട് കരയുന്നില്ലേ? മറട്ടെ മക്കളേന്ന് പറഞ്ഞിട്ട് കുഞ്ഞാറ മക്കൾക്ക് അവിടന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് മുത്തം കൊടുത്തിട്ട് പോയ മുഅ്മിനാന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരിക്ക് നിന്നെ തിരിച്ചു വരാൻ പറ്റുമോ? ഭർത്താവിനോട് സംസാരിക്കാൻ പറ്റുമോ? ഉമ്മയോട് സംസാരിക്കാൻ പറ്റുമോ? ഇന്നവിടുന്ന് പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വരുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ കണ്ണൂർ ജില്ലയിലെ അവിടെ ഒരു സ്ഥലത്താണ് എനിക്ക് പ്രഭാഷണം. അവിടെ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരാളെ വിളിച്ചിട്ട് പറയാറ് 30 വയസ്സുള്ളൊരു പാവപ്പെട്ട ഒരു പെണ്ണ് ഉസ്താദേ ഗൾഫീന് വിട പറഞ്ഞു പോയിട്ടുണ്ട്, കുഞ്ഞാറ മക്കള് വെട്ടിക്കറിയുന്നുണ്ട്. ആ കുഞ്ഞുമക്കള് കബറിന്റെ ചാരത്തേക്കൊന്ന് കൊണ്ടുപോവുകയാ. കൊച്ചുമക്കളാണ്. അവരെന്നോട് ചോദിച്ചു പോയി ഉമ്മയെപ്പോഴാണ് വരികാന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരം പറയാ എനിക്കില്ല. ആ കുടുംബത്തിന്റെ പൊന്നുമക്കൾക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് അവിടെന്ന് പറഞ്ഞു. റബ്ബേ, ആ പാവപ്പെട്ട സഹോദരിയുടെ ഖബർ ജീവിതം വിശാലമാക്കണ അല്ലാ. ആ പൊന്നുമക്കൾക്ക് സമാധാനം കൊടുക്കണേ റബ്ബേ. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് പ്രവേശനം ശ്രമിക്കുന്നവരെ നാളെ പടച്ചവന്റെ പള്ളിയിൽ ബാങ്ക് കേൾക്കുകയാണ്. ആ സമയത്ത് പൊന്നുമക്കൾ വന്നുകൊണ്ട് വിളിക്കുമ്പോഴേ എഴുന്നേൽക്കോ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പറ്റുമോ? എന്റെ മകനാണ് വിളിക്കുന്നത്, എന്റെ മകളാണ് വിളിക്കുന്നത്, എന്റെ കൂട്ടുകാരാ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. മാതാ തക്സിബു ഗദാ, നാളെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. എന്റെ പ്രിയമുള്ളവരെ, എന്റെ നാടിലോ എന്റെ
എന്റെയോടൊപ്പം ഒരുമിച്ച് പഠിച്ച പ്രിയപ്പെട്ടൊരു കൂട്ടുകാരുണ്ട്. അവൻ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവൻ എന്നെ വിളിക്കുകയാണ്. ഒരു ദിവസം ഷമീറേ നീ വീട്ടിലുണ്ടോ? ഞാൻ പറഞ്ഞു പൊന്നുമോനെ വീട്ടിലുണ്ട്. അവൻ അവിടെ നിന്ന് പറഞ്ഞു ഇൻഷാ അല്ലാഹ് നാളെ ഞാനും നീയും ഓടി നടന്നിരുന്ന മദ്രസയില് ആദ്യമായിട്ട് നീ പ്രഭാഷണം നടത്താൻ പോവുകയാണ്. അതൊന്ന് കേൾക്കാം. നാളെ നേരം വെളുക്കുമ്പോൾ ഞാനുമുണ്ടടാ. അതുമാത്രവുമല്ല എന്റെ വിവാഹം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലൈറ്റ് കയറിയതാണ്. അല്ലാ എനിക്കിപ്പോ 2 വയസ്സുള്ളൊരു പൊന്നുമോനുണ്ട്. ആ പൊന്നുമോനെ കണ്ടിട്ടില്ല. എന്റെ ഭാര്യയെ കണ്ടിട്ട് വർഷങ്ങളായി, എന്റെ ഉമ്മയെ കണ്ടിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നേരം വെളുക്കുമ്പോ കടന്നു വരുമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. ഒരു 3:30 മണിയായപ്പോ എന്റെ വീടിന്റെ വാതിലേക്ക് ആരോ വന്നുകൊണ്ട് മുട്ടുകയാണ്. ഈ വിനീതന്റെ പ്രിയപ്പെട്ട ബാപ്പ ചെന്നുകൊണ്ട് വാതിൽ തുറക്കുകയാണ്. അവിടെ നിന്ന് ചോദിച്ചു നിങ്ങളുടെ മകൻ വന്നിട്ട് ഉറക്കമായോ? ഉപ്പ പറഞ്ഞില്ല, അവൻ വന്നിട്ടേ ഉള്ളൂ. ഒന്ന് വിളിക്കുവോ? എന്റെ പ്രിയപ്പെട്ട ബാപ്പ വിളിച്ചാ കടന്നു പോകണ്ടേ? ഞാൻ ആ പ്രിയപ്പെട്ട ബാപ്പാന്റെ വിളി കേട്ടുകൊണ്ട് ഇറങ്ങി ചെല്ലുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു മോനെ എയർപോർട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിരുന്ന വാഹനം വന്നിട്ടില്ല, നീ ഒന്ന് വരുവോ? വാഹനം വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ് കുഴപ്പമില്ല വരാം. ഞാനും ആ ഉപ്പയും കൂടി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. 7:30 മണിയായപ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വന്നിറങ്ങുകയാണ്. കെട്ടിപ്പിടിച്ചുകൊണ്ട് മുസാഫത്ത് ചെയ്യുകയാ. വാഹനത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ അന്നതാ എന്റെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിക്കുകയാണ്. പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വിളിക്കുന്ന പെണ്ണേ, ഞാൻ നാട്ടിൽ വന്നിറങ്ങി പൊന്നുമോളെ താരിണിയോടൊപ്പം ഞാൻ കടന്നു വരികയാണ്. നമ്മുടെ പൊന്നുമോൻ ഉണർന്നിട്ടുണ്ടോ? ആ പൊന്നുമോനെ വന്ന് ഉണർത്തുകയോ, അവനെ വന്ന് കുളിപ്പിക്കുകയോ, അവർക്ക് നല്ലൊരു വസ്ത്രം ധരിപ്പിക്കുകയോ, അവന്റെ കണ്ണും എഴുതി കൊടുക്കുകയോ, കടത്ത് കുക്കുകയോ? ആദ്യമായിട്ടല്ലേ പൊന്നുമകനെ കാണാൻ പോകുന്നത്. അവനെ കാണുമ്പോൾ സന്തോഷത്തോടെ കാണണ്ടേ, ആനന്ദത്തോടെ കാണണ്ടേ, ആഹ്ലാദത്തോടെ കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വീടിന്റെ ചാരത്തേക്കെത്താൻ 1 കിലോമീറ്ററേ ബാക്കിയുള്ളൂ. 1 കിലോമീറ്ററേ ബാക്കിയുള്ളൂ. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വീണ്ടും എന്റെ കയ്യിൽ നിന്ന് മൊബൈൽ മേടിക്കുകയാണ്. പ്രിയപ്പെട്ട ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ പൊന്നുമോൻ ഉണർന്നിട്ടുണ്ടോ? അവനെ കുളിപ്പിച്ചിട്ടുണ്ടോ? അവനിക്ക് വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞു ഇക്കാ അവനെ ഞാൻ ഉണർത്തിയിട്ടുണ്ട്, അവനെ കുളിപ്പിച്ചിട്ടുണ്ട്, അവനക്ക് നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, അവൻ കണ്ടിട്ടുണ്ട്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ബാപ്പ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ വീട്ടിന്റെ വെളിയിലിറങ്ങി ബാപ്പാനെ കാത്തു നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പെട്ടെന്നെത്തുമെന്ന് പറഞ്ഞിട്ട് 1 കിലോമീറ്റർ അല്ലേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചപാട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുകയാണ്, ദാരിമിയോ വാഹനത്തിന്റെ ഉള്ളിൽ വെള്ളമിരിപ്പുണ്ടോ? അല്ലാഹുവേ, സാധാരണ ആളുകൾ ചോദിക്കുന്നത് പോലെ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വെള്ളമെടുത്തുകൊണ്ട് കൊടുക്കുകയാ. വെള്ളം കുടിച്ചപാട് പറയുന്നു, എന്റെ നെഞ്ചിന്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദനയാണ്. എന്റെ നെഞ്ചിൽ വല്ലാത്തൊരു കൂടിക്കൂടി വരുന്നുണ്ട്. വീട്ടിലെ ചെറുപ്പക്കാർ ഇന്ന് ഷമീറുടെ പ്രഭാഷണം ശ്രമിക്കാറ്. ഇവിടെ കടന്നു വന്ന ആണത്തമുള്ള ചെറുപ്പക്കാര്, ആരോഗ്യം തന്ന ചെറുപ്പക്കാര്, തന്റെ ഇടം തന്ന ചെറുപ്പക്കാര്, മുക്തി തന്ന ചെറുപ്പക്കാര്, ഇജ്ജത്ത് തന്ന ചെറുപ്പക്കാര്, അവിടെ നിന്ന് പ്രിയപ്പെട്ട ബാപ്പാന്റെ മടിയില് തലവെച്ചുകൊണ്ട് കിടന്നിറങ്ങുകയോ. ഹോസ്പിറ്റലിന്റെ ചാരത്തുമ്പോ പ്രിയപ്പെട്ട ബാപ്പ പൊന്നുമോനെ കുളിക്കുക.
പൊന്നുമോൻ അനങ്ങുന്നില്ല, പൊന്നുമോ മിണ്ടുന്നില്ല, പൊന്നുമോ സംസാരിക്കുന്നില്ല. അവിടെ എന്നെ വിളിച്ചിട്ട് ആ പ്രിയപ്പെട്ട പിതാവ് പറയാണ്, ഉസ്താദേ പൊന്നുമോ അനങ്ങുന്നില്ല, ചലിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് വിളിക്കുമോ, എന്റെ കുട്ടിയെ നിങ്ങളൊന്ന് വിളിക്കുമോ? ഞാനും വിളിച്ചു നോക്കി അനക്കമില്ല. പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ട് ഡോക്ടറിന്റെ നികിലേക്ക് എത്തിക്കുകയാണ്. അവിടെ നിന്ന് ഡോക്ടർ വിധി എഴുതിയുണ്ടെന്നറിയോ? മരണം കൺമുമ്പേ കണ്ടവനാണ് ഞാന്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പമേ, അഹങ്കാരത്തോടെ ഈ ദുനിയാവിന്റെ നൈമശീകമായ സുഖത്തില് മതിമറന്നുകൊണ്ട് പോകുന്ന ചെറുപ്പക്കാരാ, പ്രേമം മൂത്ത് പടച്ചവരെ പോലും ധിക്കരിക്കുന്ന രീതിയിൽ പോകുന്ന നാണം കെട്ട ഒരവസ്ഥയല്ലേ? അവിടുന്നതാ എന്റെ മൊബൈലിലേക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ വൈഫ് വിളിക്കുകയാണ്. അവിടെ ഞാൻ കോളെടുത്തു. കാരണം എന്താണ്? ചെറുപ്പക്കാരൻ മരണപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് പറയാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചെന്ന് പറയാൻ പറ്റുമോ? 1 മണിക്കൂറെന്ന് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1 കിലോമീറ്റർ അല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞില്ലേ? എന്റെ ഇക്കയോട് പെട്ടെന്ന് വരാൻ പറയോ? എന്റെ ഇക്കയോട് പെട്ടെന്ന് വരാൻ പറയോ? പൊന്നുമകൻ വീട്ടിന്റെ വെളിയിലാണ്. 2 വയസ്സുള്ള കുട്ടിയവൻ ബാപ്പയെ കണ്ടിട്ടേ കയറൂന്നുള്ള വാശിയോട് വീട്ടിന്റെ വെളിയിലുണ്ട്. എനിക്കെങ്ങനാണ് പറയാൻ പറ്റുക പൊന്നുമോളെ നിന്റെ ഭർത്താവ് മരിച്ചെന്ന്? ചുരുക്കി പറയട്ടെ, അവസാനം മരണപ്പെട്ടുവെന്നുള്ള വാർത്ത അറിഞ്ഞിട്ട് അവിടുന്ന് പൊട്ടിക്കരയുകയാ. അവിടുന്ന് മയ്യത്ത് കൊണ്ട് വീട്ടിലേക്ക് വെക്കുകയാണ്. 2 വയസ്സുള്ള പൊന്നുമോനെ കാണാമെന്ന ബാപ്പയല്ലേ? പൊന്നുമകനിക്ക് മുത്തം കൊടുക്കാമെന്ന ബാപ്പയല്ലേ? പൊന്നുമകനെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും പൊന്നുമകനെ ആദ്യമായിട്ടൊന്ന് കാണാറ് കടന്നു വന്ന ബാപ്പയല്ലേ? മയ്യത്ത് കൊണ്ട് വെക്കുമ്പോ എന്റെ പുന്നാര ഉമ്മ കണ്ടു നിൽക്കുന്നവരൊക്കെ പൊട്ടിക്കരയുകയാണ്. 2 വയസ്സുള്ള പൊന്നുമോനെ കൊണ്ടുവരികയാ. അവന്റെ കണ്ണെഴുതിയിട്ടുണ്ട്, അവനിക്ക് നല്ല വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ട്, അവന്റെ കവിതടത്തിൽ കൺമശി കൊണ്ട് പൊട്ടുകെട്ടിട്ടുണ്ട്. എത്ര സുന്ദരനായ പൊന്നുമോനാ! എഞ്ചിനീയറ് ഇന്നിവിടെ വന്നപ്പോ കക്കുപ്പടി ഉസ്താദിന്റെ പൊന്നുമോനെ കണ്ടുപോയി. എനിക്കുമുണ്ട് അതേ വയസ്സിലുള്ളൊരു പൊന്നുമോ. അപ്പോഴെന്റെ മനസ്സിൽ ഓർമ്മ വന്നുപോയി, റബ്ബേ എന്റെ കുട്ടിയെ കണ്ടിട്ട് എത്ര ദിവസമായി. ആ പൊന്നുമോനിക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. എന്റെ പെങ്ങളെ അവിടന്നതാ അവിടന്ന് 2 വയസ്സുള്ള പൊന്നുമോനെ കൊണ്ടുവന്നിട്ട് ഈ പാവപ്പെട്ട പെണ്ണ് കൊണ്ടുവന്നിട്ട് മയ്യത്തിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് നിർത്തിയിട്ട് അവിടന്ന് പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുഖത്തുള്ള വെള്ളത്തുണി അങ്ങ് മാറ്റുകയാണ്. ഭർത്താവിന്റെ മുഖത്തുള്ള വെള്ളത്തുണി മാറ്റി കണ്ണുകളിൽ കൂടി കണ്ണുനീര് ധാരധാരയായി ഒലിക്കുന്നുണ്ട്. 2 വയസ്സുള്ള പൊന്നുമോനെ അരികിലേക്കൊന്ന് വിളിച്ചിട്ട് പറയാ, പൊന്നുമോനെ ഈ കിടക്കുന്നതാരെന്നറിയോ? നിന്റെ ബാപ്പയാണ്. നിന്റെ ബാപ്പാക്കൊരു മുത്തം കൊടുക്കുവോ? അല്ലാഹുവേ, കൊച്ചുമക്കൾ എങ്ങനാണ് മുത്തം കൊടുക്കുന്നേന്നറിയൂലേ? അവിടുന്ന് 2 കരങ്ങൾ കൊണ്ട് ചെന്ന് കവിൾത്തടത്തിലൂടെ കഴുത്തിലൂടെ കെട്ടിപ്പിടിച്ചിട്ട് മരണപ്പെട്ട് കിടക്കുന്ന ബാപ്പാന്റെ ചുണ്ടത്ത് മുത്തം കൊടുക്കുകയാണ്. എന്റെ ബാപ്പ മരിച്ചെന്നറിയില്ല, എന്റെ ബാപ്പ മരിച്ചെന്നറിയാത്ത പൊന്നുമകൻ അവിടുന്ന് മുത്തം കൊടുത്തു. അവസാനം ചുരുക്കി പറയാനും മയ്യത്ത് പൊതിഞ്ഞിട്ട് എല്ലാവരും കൊണ്ടുപോകാനിറങ്ങുമ്പോ ആ പ്രിയപ്പെട്ട പെങ്ങള് ആ 2 വയസ്സുള്ള പൊന്നുമോനെ ആ പെണ്ണിന്റെ സഹോദരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാ, നിങ്ങൾ കബറടക്കാ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ പൊന്നുമോനെ കൂടി വന്ന് കൊണ്ടുപോകുമോ? സഹോദരങ്ങളെ, ഈ 2 വയസ്സുള്ള പൊന്നുമോനെ കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടു ചെന്നിട്ട് പിടിമണ്ണാളുകൾ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ
നുഖ്രിജുകും താറതൻ ഉഖറാ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പിടിമണ്ണ് വാരിയെറിയാ വരുന്നുണ്ടോ അവിടെ ഈ പെണ്ണിന്റെ ആങ്ങളെ വിളിക്കാൻ ഒന്ന് നിൽക്കുവോ? ആദ്യമായിട്ട് ആ കുഞ്ഞിളം കൈകൾ കൊണ്ട് അവിടെ പിടിമണ്ണ് വാരിയിടുകയാ. പൊന്നുമകനെ കളിപ്പിക്കാമെന്ന ബാപ്പയല്ലേ ചെറുപ്പക്കാരൻ, പൊന്നുമകനിക്ക് മുത്തം കൊടുക്കാമെന്നവരല്ലേ പ്രിയപ്പെട്ടവര്. അവിടെ ചെറുപ്പക്കാരൻ വിചാരിച്ചു പോയോ, അല്ലാഹുവേ എന്റെ മയ്യിത്താണ് എന്റെ വീട്ടിൽ കൊണ്ടുപോകുന്നതെന്ന്, എന്റെ ഭാര്യ എന്നെ ജീവനോടല്ല കാണുന്നതെന്ന്, എന്റെ ബാപ്പ എന്നെ കാണുമെന്ന് അവിടെ വിളിച്ചു പറഞ്ഞെങ്കിലും പക്ഷേ പറ്റിയില്ലല്ലോ. അമ്മീലോ ചിത്തോനിയാ വലാ തദിരീ ഇദാ ജന്നലൈലു ഹൽ തഈശു ഇലാ ഫജ്രി വകം മിൻ ശഹീദിൻ മാത മിൻ നബി. പൊന്നുമോനെ, മരണത്തിന് രോഗം വേണ്ടടാ. എനിക്ക് രോഗമില്ലല്ലോ ഉസ്താദേ, ഞാനിപ്പോഴൊന്നും മരിക്കൂലാന്ന് പറയല്ലേ ചെറുപ്പമേ. ഈ ചെറുപ്പക്കാരനിക്കൊരുക്കമല്ലേ പെട്ടെന്നല്ലേ മരണപ്പെട്ടു പോയത്. അത് അവർക്ക് ഇവരെ ഈ ദുനിയാവ് നൈമശീകമാടാ. ഇതിന്റെ പുറകിലൂടെ പോകുമ്പോ ഇന്നിവിടുന്ന് പ്രവാസം കഴിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലിയിട്ട് തിരിയുമ്പോ അവിടെ ഇതിലേക്കൂടെ കേട്ട് ഇതിലേക്കൂടെ കളഞ്ഞിട്ട് പോകല്ലേ. യാ അല്ലാഹ്, നാളെ ഞാനില്ലല്ലോ, എന്റെ ബാപ്പയില്ലല്ലോ, എന്റെ ഉമ്മയില്ലല്ലോ, എന്റെ സഹോദരങ്ങളില്ലല്ലോ. വമാ തദ്രീ മാദാ തക്സിബു ഗദാ. നാളെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു മനുഷ്യർക്കും തന്നെ പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമോ? ഒരു കുട്ടിക്കും കഴിയില്ല, അല്ലേ? ഈ ചെറുപ്പക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ നിന്റെ വാതാക്കാൻ നാളെ ഞാൻ ഹസന്റെ കബറിടം വിശാലമാക്കട്ടെ. മനസ്സറിയിട്ട് എല്ലാവരും പറയും, അല്ലാഹു സഹോദരന്റെ കബറിടം വിശാലമാക്കട്ടെ. അല്ലാഹുവേ ഖൈർ നീ എത്തിച്ചു കൊടുക്കണേ പടച്ചോനെ, സ്വർഗത്തിന്റെ വാതിലുകൾ നീ തുറന്നു കൊടുക്കണേ. എത്ര ആഗ്രഹം! 2 വയസ്സുള്ള പൊന്നുമോനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ, എന്നിട്ട് പറ്റിയോ? ചെറുപ്പക്കാരെ ചിന്തിക്കും, നിങ്ങൾക്കില്ലേ 2 വയസ്സുള്ള മക്കള്, 3 വയസ്സുള്ള മക്കളില്ലേ, നമുക്ക് 4 വയസ്സുള്ള മക്കളൊക്കെ ഇല്ലേ? അവരൊക്കെ വിട്ടുപിരിഞ്ഞിട്ട് പോവാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? പുന്നാര മക്കൾ വാവിട്ടുകൊണ്ട് നിലവിളിക്കൂല. ഉമ്മ ഒരു 5 മിനിറ്റ് മാറിയ മക്കൾ കരയില്ലേ? പൊന്നും ബാപ്പ കണ്ടിട്ടേ ഇല്ല. ആരെ പോലെ എല്ലാം കഴിഞ്ഞിട്ടൊരു 2 മാസം കഴിഞ്ഞപ്പോ 2 പേസ്പോർട്ട് പെട്ടി വീട്ടിലേക്ക് വന്നു. എന്റെ വീട്ടിലല്ല, ഈ പെണ്ണിന്റെ വീട്ടിൽ. അതിനകത്ത് ഫുള്ള് കളിപ്പാട്ടങ്ങളാണ് അന്ന് കൊണ്ടുവന്നത്. പക്ഷെ അതിവിടെ എത്തിച്ചിട്ടില്ല. അതിന്റെ ഒരു തിരക്കിലായുണ്ട്. അത് വേറൊരു വഴിക്കായി എത്താൻ തന്നെ പാടുപെട്ടു. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഈ 2 പേസ്പോർട്ട് വിട്ട് വീട്ടിലേക്ക്. സുബ്ഹാനല്ലാഹ്, ഈ കുട്ടിക്ക് വേണ്ടിയുള്ള കളിപ്പാട്ടങ്ങൾ മേടിച്ചു കൂട്ടിയതാണ്, കൊണ്ടുവന്നതാ. ആ കുട്ടിയോടൊപ്പം ഇരിക്കാൻ കഴിഞ്ഞോ? ഒന്ന് മുത്തം കൊടുക്കാൻ കഴിഞ്ഞോ? പടച്ചോനെ, ഞങ്ങൾക്ക് അങ്ങനത്തെ മരണം നീ വെക്കല്ലേ അല്ല. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ട് നമ്മേക്ക് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹു. ഇത് ഓർമ്മ വേണം നമുക്ക് എപ്പോഴും. ഞാൻ നാളെയിൽ അങ്ങനെ തന്നെ ചിന്തിക്കണം, നാളെ ഞാൻ ഉണ്ടാവൂല.
നാളത്തെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതിനകത്തൊന്നും എനിക്ക് എത്താൻ പറ്റൂല, കഴിഞ്ഞു റബ്ബേ, ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിന്റെ മനോമുഖത്തിൽ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മൾ നന്നാവും, ഒരു സംശയമില്ല. അതിൽ എല്ലാ കാര്യങ്ങളും എടുക്കുമ്പോഴും, മക്കളോട് സംസാരിക്കുമ്പോഴും, ഭാര്യയോട് സംസാരിക്കുമ്പോഴും, ഭർത്താവിനോട് സംസാരിക്കുമ്പോഴൊക്കെ പടച്ചോനെ ഇതെന്റെ അവസാനത്തെ സംസാരം, എന്റെ ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത ഒന്നും തന്നെ എനിക്ക് പറയാൻ പറ്റൂല, നാളെ ഞാൻ ഒരു പക്ഷേ ഭർത്താവിന്റെ പൊരുത്തം ഇല്ലാതെയാണ് ഞാൻ ഇപ്പോൾ മരിക്കണമെങ്കിലോ, മരണത്തെക്കുറിച്ച് ഓർത്താൽ കുടുംബജീവിതം തന്നെ നന്നായി. സദഖ റസൂലുള്ളാഹി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മോളെ നിങ്ങളുടെ കുടുംബജീവിതമൊക്കെ നന്നാവും, അല്ലാഹുവിന്റെ ഹബീബല്ലേ ഭർത്താവ് അല്ലേ. എന്നിട്ട് എന്താ പറഞ്ഞത്? നമുക്ക് വേണ്ടി പറഞ്ഞു, മരണത്തെക്കുറിച്ച് ഓർത്താൽ ഒക്കെ റെഡിയാണ്. അള്ളാഹു നമുക്കും അങ്ങനെ ഓർത്തുകൊണ്ടുള്ള ജീവിതം നമുക്ക് തരട്ടെ, ഇല്ലേ? വമാ തദ്രി മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഞാൻ ഇന്നിവിടെ വെച്ചുകൊണ്ടാണോ മരണപ്പെടുക എന്നറിയില്ല, കൊല്ലത്ത് വെച്ചുകൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അക്ബർ ഉസ്താദ് അള്ളാഹുവിന്റെ ദീനിന്റെ മേഖല ഫുൾ ഓടി നടക്കുന്ന ആളാണ്, എവിടെ വെച്ചാണ് മരണം എന്നറിയില്ല. അള്ളാഹു നല്ല മരണം കൊടുക്കട്ടെ, അപകടങ്ങൾക്ക് അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ, അല്ലേ? അപ്പോ എവിടെ വെച്ചിട്ടാണ് മരിക്കുന്ന ഒരാൾക്ക് തന്നെ ഏത് വഴിയിൽ കൂടെ പോയാലും നമ്മുടെ മനസ്സിലുണ്ടാകണം, പടച്ചോനെ മരണം എന്റെ കൂടെ ഉണ്ട്, മരണം കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി എപ്പോഴാണോ സമയം വരിക അപ്പൊ അല്ലാഹ് പിടിക്കാമല്ലോ. ഒരാൾ മരിക്കാൻ വേണ്ടിയിട്ട് കിടന്നാല് ആ മനുഷ്യന്റെ ചാരത്തേക്ക് അള്ളാഹു മുർസലുകളെ വിടും. അതാരാണ്? അള്ളാഹുവിന്റെ മലക്കുകളെയാ. നമ്മൾ വിചാരിക്കും നമ്മുടെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് ആര് മാത്രമേ ഉള്ളെന്നാ, അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമാണെന്ന്. അങ്ങനെയാകും നമ്മളൊക്കെ വിചാരിക്കും. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ക്യാപ്റ്റനാണ്. ആദ്യമായിട്ട് അവിടുന്ന് കടന്നു വരികയാണ്. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് തിരിക്കുന്നത് എവിടെയാ? നമ്മുടെ തലഭാഗത്ത് അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് തിരിക്കും. അസ്റായിൽ എന്നുള്ളൊരു മടി, ബഹുമാനപ്പെട്ട മലക്ക് അസ്റായിൽ അലൈഹിസ്സലാം എവിടെ വന്നിരിക്കും? നമ്മുടെ തലഭാഗത്ത്. ബാക്കി കുറച്ച് മലക്കുകൾ എവിടെയാണ്? കാലിന്റെ തള്ളവിരലിന്റെ ഭാഗത്ത് കുറച്ച് മലക്കുകളുണ്ട്, കാലിന്റെ മുട്ടുകാലിന്റെ ഭാഗത്ത് കുറച്ച് മലക്കുകളുണ്ട്, അരഭാഗത്ത് കുറച്ച് മലക്കുകളുണ്ട്. ഇങ്ങനെ സെക്ഷനായിട്ട് മലക്കുകളിരിക്കും ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇത്തിപ്പൂറുള്ള മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി മലക്കുകൾ ഫുള്ളായിട്ട് കൊണ്ടുപോയി വന്നേക്കാണ്. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം വേറെയും മലക്കുകൾ. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ക്യാപ്റ്റനാണ്. അവിടുന്ന് തലഭാഗത്തിരുന്നുകൊണ്ട് കാലിന്റെ തള്ളവിരലിന്റെ ഭാഗത്തിരിക്കുന്ന മലക്കുകളെ വിളിച്ചിട്ട് പറയാറ്, ഓ മലക്കുകളെ, ആ മനുഷ്യന്റെ റൂഹിനെ പിടിക്കുക. ശരീരധാരികളാണെങ്കിൽ അങ്ങനെയല്ല. ഓരോ അവിടുന്ന് കാലിന്റെ തള്ളവിരലിന്റെ ഭാഗത്തെ ഞരമ്പുകളൊക്കെ വലിച്ചു പറിച്ചെടുക്കുന്നു. അങ്ങനെ കൊണ്ടുവെക്കുകയാണ്. അവിടം വരെ മലക്കുകൾ റൂഹ് പിടിച്ചുകൊണ്ടുവന്ന ആ മലക്കന്ന് മാറുകയാണ്. കാലിന്റെ മുട്ടുകാലിന്റെ ഭാഗത്തും അടുത്ത സെക്ഷൻ നാലാകമാര് കയറുകയാണ്. ആ മലക്കുകൾ അങ്ങോട്ട് കയറിയിട്ട് റൂഹിനെ പിടിച്ചങ്ങോട്ട് വലിക്കുകയാണ്. എന്തോരു വേദനയാണ്! മരണത്തിന്റെ ഏറ്റവും ചെറിയ വേദനയോടെന്നറിയോ? 3000 തവണ മൂർച്ചയുള്ള ഒരു വാള് കൊണ്ടുവന്നിട്ട് ശരീരം മുഴുവനും അരിഞ്ഞരിഞ്ഞരിഞ്ഞരിഞ്ഞു വീട്ടുകയാണ്. 3000 തവണ മൂർച്ചയുള്ള വാള് കൊണ്ടുവന്നിട്ട് അരിയുകയാണ്. അങ്ങനെ അരിഞ്ഞരിഞ്ഞ് വീട്ടുമ്പോൾ ഉണ്ടാകുന്ന വേദനയുണ്ടല്ലോ, അതാണ് മരണത്തിന്റെ ഏറ്റവും ചെറിയ വേദന. അപ്പൊ വലിയ വേദനയെ കുറിച്ച് പറയാനുണ്ടോ? അല്ലാഹുവേ എളുപ്പമാക്കണം അല്ലാ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, പോകണ്ടേ നമുക്ക്? പോകൂലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ ഹബീബ് പോലും അവിടെ നിന്ന് പൊട്ടിക്കളഞ്ഞിട്ടുള്ള സമയമാണ്.
അല്ലാഹു അർസലനി ഇലൈക വഖാലനി ഫീ ഖബ്രി റൂഹിക യാ മുഹമ്മദ് സൈറാ إن كنت تأذنني فليت برأفتي إلا تراني يا محمد وترى سكت النبي ولم يرد جوابه استندها في أمره ففكرا മരണത്തിന്റെ വേദനയെക്കുറിച്ചെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ അസ്രാഈൽ വന്നിട്ട് പറയാനും നബിയേ, അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ, സമ്മതമുണ്ടെങ്കിൽ അവിടത്തെ റൂഹിനെ പിടിക്കാം, സമ്മതമില്ലെങ്കിൽ കണ്ടു മടങ്ങാനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂലും ഇല്ലാതിരിക്കുകയാണ്. എന്തിനാണ് മലക്ക് ജിബ്രീലിനെ കാത്തിട്ടാണ്? ജിബ്രീൽ കടന്നു വന്നപ്പോ റസൂലുള്ള ചോദിച്ചു, അസ്രാഈൽ പറയുന്നത് ശരിയാണോ? ഇന്ന റബ്ബക ഇലൈക മുഷ്താഖ്. അല്ലാഹുവിൻ അവിടത്തെ കാണാൻ കൊതിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വിളിക്കുന്നു, قالت مني يا محمد لا تخف والحول حولك واللواء أوصرا. അള്ളാഹുപ്പെട്ട മലക്കുൽ മൗത്തിനെ വിളിക്കുകയാണ്. നബിയേ യാ അയ്യുഹൽ മലക്കുൽ മുഅക്കൽ ഹാജിറോ. പിടിച്ചോ, എന്റെ റൂഹിനെ പിടിച്ചോ. അസ്രാഈൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിക്കാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വേദന കൊണ്ട് പറയുകയാണ്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട മലക്ക് അസ്രാഈൽ പറയുന്നത്, നബിയേ അല്ലാഹുവിന്റെ റസൂലേ കഴിയല്ലേ, അവിടുന്ന് പേടിക്കണ്ട നബിയേ. അവിടുന്ന് ശ്രമിക്കണ്ട നബിയേ. അവിടത്തേക്കുള്ളതല്ലേ എല്ലാം അവിടത്തേക്ക് വേണ്ടി പടച്ചവൻ സമർപ്പിച്ചിട്ടുണ്ടല്ലോ. പേടിക്കണ്ട നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് അവിടത്തേക്കാരും സ്വർഗത്തിന്റെ ഹോറോങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പേടിക്കണ്ട നബിയേ. അല്ലാഹുവിന്റെ റസൂൽ വേദന കൊണ്ട് പറയുകയാണ്. അവിടെന്ന് ചോദിക്കുന്ന അസ്രാഈലേ, എന്ത് വേദനയാ? ആരാക്കറിയുന്നത്? ആദം നബിക്ക് കൊടുക്കാത്ത പവറ്, ഈസ നബിക്ക് കൊടുക്കാത്ത പവറ്, അയ്യൂബ് നബിക്ക് കൊടുക്കാത്ത പവറ്, സുലൈമാൻ നബിക്ക് കൊടുക്കാത്ത പവറ്, ആരോൻ നബിക്ക് അവിടുന്ന് കൊടുക്കാത്ത പവറ്, അവിടെ കൊടുക്കാത്ത പവറ്, ഇസ്മാഈൽ നബിക്ക് അവിടുന്ന് കൊടുക്കാത്ത പവറ്, ഏറ്റവും നല്ല പവറ് കൊടുത്ത ലോകത്തിന്റെ മുമ്പേ മുഹമ്മദ് മുസ്തഫ ആ റസൂലുള്ളാഹി ഞങ്ങൾക്ക് അറിയുകയാണ്. അതുകൊണ്ട് അവിടുന്ന് പറയുന്നു, അസ്രാഈലേ اللهم هون على മുഹമ്മദ്. ആരുടെ റൂഹാ പിടിക്കുന്നതെന്നറിയോ? മുഹമ്മദിന്റെ റൂഹല്ലേ, മുഹമ്മദിന്റെ റൂഹല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മയമാക്കുവോ, എന്ന് ലഘുവാക്കുവോ സഹിക്കാൻ കഴിയുന്നില്ല. മരണത്തിന്റെ വേദനയെ കിടന്നുകൊണ്ട് കരയുന്നതാരാണ്? ലോകമുള്ള മുത്താട്. എന്നിട്ട് ചോദിക്കുകയാണ്, അസ്രാഈലേ എന്റെ ഉമ്മത്തിന്റെ റൂഹെടുക്കുമ്പോൾ കരയും വേദനയുണ്ട്. ഇതൊന്നുമല്ല നബിയേ, ഇതൊന്നുമല്ലേ, ഇതിന്റെ ഇരട്ടിയുടെ വേദനയാ നബിയേ. അവൻ ചെയ്യുന്ന അമലുകൾ അനുസരിച്ചാ നബിയേ. നിസ്കരിക്കണേ ചെറുപ്പക്കാരാ, സക്കാത്ത് കൊടുക്കണേ ചെറുപ്പക്കാരാ, കണ്ണിനെ സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ, അതിനെ സൂക്ഷിക്കണേ ചെറുപ്പക്കാരാ. അന്തുറപ്പുള്ള മനസ്സുറീരാ പറയുന്നത് അല്ലാഹുവിന്റെ ഹബീബല്ലേ. കരഞ്ഞു പോയത് നേരം
എടുത്ത് പടച്ചവന്റെ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ തൊലിയെന്ന് കരണപുടങ്ങളിലെ കടച്ചു കയറിയാല് പാപങ്ങളല്ലാതെ മറ്റൊന്നും ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ ദൈവത്തേ ഇവിടെ വെച്ചുകൊണ്ട് ഉറപ്പിക്കന്റെ പൊന്നുപോലെ അല്ലാഹുവേ നാളത്തെ സുബഹിക്ക് പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ എനിക്ക് സുബഹി നിസ്കരിക്കണമല്ലോ എനിക്കവിടെ നിന്ന് ഓടിപ്പോയിട്ട് ഖുർആൻ ഓതണമല്ലോ അവിടെ വന്നുകൊണ്ട് തൗബ ചെയ്യണമല്ലോ മരണപ്പെടുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലിയിട്ട് മരിക്കണമല്ലോ മോനെ മയ്യേ ഉറക്കെ ചെല്ലണ്ടാണോ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലോട് പറഞ്ഞില്ല നബിയേ ഇതിനേക്കാൾ വല്ലാത്ത വേദനയാണ് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ഞാൻ ചുരുക്കിക്കൊണ്ടുവരികയാണ് അവിടെ നടാ റൂഹിനെ പിടിച്ചപ്പോ മുത്തുനിബിതങ്ങൾ പൊട്ടിക്കടഞ്ഞു പോയെങ്കിലേ അവിടെ നിന്ന് കാലിന്റെ മുട്ടുകാലിന്റെ ഭാഗത്തുനിന്ന് റൂഹിനെ പിടിക്കുകയാ വലിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് അരഭാഗത്ത് കൊണ്ടുവെക്കുകയാ ആ മലക്കുകൾ മാറിപ്പോവുകയാ അടുത്ത സെക്ഷൻ മാലാകമാര് കയറുമ്പോ എന്റെ പൊന്നു പെങ്ങളെ അവരിന്റെ സമയത്തെ കൊന്നുകളയുന്ന ഉമ്മ ഇശാഇന്റെ ബാങ്കിനെ പോലും മൈൻഡ് ചെയ്യാതെ അതിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി തള്ളിയിട്ട് സീരന്റെ ശബ്ദം കേട്ടുന്ന നാണം കെട്ട പെങ്ങളെ അവിടുന്ന് അരഭാഗത്തേക്ക് നിങ്ങളുടെ റൂഹിനെ പിടിക്കാൻ കടന്നു വരികയാണ് അരഭാഗത്തുള്ള മാലാകമാരവിടുന്ന് പിടിച്ചുകൊണ്ട് വലിക്കുകയാണ് വലിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് കഴുത്തിന്റെ ഭാഗം വരെ എത്തിയിട്ട് അവരൊക്കെ മാറുകയാണ് ഇനിയുള്ള ഡ്യൂട്ടി ആരുടെ ഡ്യൂട്ടി എന്നറിയോ അത് മലക്കുമൗത്തിന്റെ ഡ്യൂട്ടിയാണ് അസ്രാഈൽ അവസാനം അവിടുന്ന് റൂഹിനെ പിടിച്ച് വലിക്കുകയാണ് തന്റെ കുഴി റൂഹിനെ പിടിച്ച് വലിക്കുകയാണ് ഇനി നിനക്കിന്ന് നിസ്കരിക്കാൻ പറ്റുമോ ഇനി നിനക്കിന്ന് നോമ്പെടുക്കാൻ പറ്റുമോ ഇനി ഉസ്താദുമാരുടെ പൊരുത്തം മേടിക്കാൻ പറ്റുമോ മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കാൻ പറ്റുമോ ആലിമീങ്ങളെ ബഹുമാനിക്കാൻ പറ്റുമോ എന്റെ ചെറുപ്പമേ എല്ലാ പ്രഭാഷണത്തിന്റെ വേദിയിലും മനസ്സുവെച്ച് തന്നത് പ്രായമുള്ള ചെറുപ്പക്കാരോടാ അന്തസ്സുള്ള ചെറുപ്പനിക്ക് വേണ്ടി സമയം കൊടുക്കേണ്ട ചെറുപ്പക്കാരാ അല്ലാഹുവിന് വേണ്ടി നിന്റെ ആയുസ്സിന്റെ മുഴുവനും നിനക്ക് മാറ്റാൻ പറ്റുമോ ചെറുപ്പക്കാരാ നിന്റെ മക്കളെ നോക്കുന്നതിനോടൊപ്പം നിന്റെ ഭാര്യയെ നോക്കുന്നതിനോടൊപ്പം നിന്റെ കൂട്ടുകാരോട് സംസാരിക്കുന്നതിനോടൊപ്പം അല്ലാഹുവിനെ നിനക്കൊന്ന് കൊണ്ടുവന്നൂടെ അവിടെ പോയി നിനക്ക് ദ്വാരന്നൂടെ അതുകൊണ്ട് മോനെ ഇസ്രായേലും റൂഹ് പിടിച്ച് വലിക്കുകയാണ് എല്ലാവരും കൂടി നിന്നെ കുളിപ്പിക്കാൻ പോവുകയാ ഞാൻ ചുരുക്കുകയാണ് നിന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോ എന്റെ ദാലിക്കലിനാദീ റൂഹോ വയാ അഹിബ്ബായി വയാ ഇഖ്വാനി فإن الساعة قد استرهت من مجاهدة ملك റൂഹോലിയെടുത്ത വേദന കൊണ്ട് അവിടന്ന് കുളിപ്പിക്കാൻ വേണ്ടി മയ്യത്തിനെ ചുമന്നുകൊണ്ട് പോവുകയാണ് അവിടന്ന് കെട്ടിയിട്ടുള്ള ഒരു ടാർപ്പയുടെ പിന്നില് കൊണ്ടിരുത്തിയിട്ട് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടിരുത്തുമ്പോ അവിടന്ന് ആത്മാവ് വിളിച്ചു പറയാറ് എന്നെ പിടിച്ചിട്ട് കുളിക്കല്ലേ എന്റെ ശരീരത്തില് അവിടന്ന് മലക്കോണോട്ടും കൂട്ടുകാരും റൂഹ് പിടിച്ചിട്ടുള്ള വേദനയില്ലേ അത് മാറിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളെന്നെ വിഷമിപ്പിക്കല്ലേ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ടല്ലേ ദുആ ചെയ്യാൻ പറഞ്ഞത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മൗതി വഫീമാ ബഅദൽ മൗത് اللهم بارك لنا في الموت وفيما بعد الموت അല്ലാഹുവേ മരണത്തിന് ശേഷമൊക്കെ നമുക്ക് നീ നന്മ ചെയ്യണേ തമ്പുരാനെ അവിടന്ന് പൊന്നുമോനെ നിന്റെ മയ്യത്ത് പൊലിയാൻ വേണ്ടി കൊണ്ടുവരികയാണ് നിന്റെ കൂട്ടുകാർ നിന്നെ ചുമക്കുന്നു കൊണ്ടുവന്നിട്ട് നിന്നെ അവിടന്ന് കൊണ്ടു കിടത്തുന്നു കല്യാണത്തിന് വേണ്ടി നീ കടന്നു പോകുമ്പോ നിന്നെ ഒരുക്കാൻ ഒരുപാട് ചെറുപ്പക്കാർ വന്നില്ലേ ഇവത്തമേ നിന്നെ കൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾ വന്നില്ലേ നിന്നോട്
കളിയും തമാശകളും പറയാൻ ഒരുപാട് ആൾ വന്നില്ലേ? ഇന്നും ഇതുപോലെ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ ആളുകൾ കടന്നു വരികയാണ്. അന്ന് നിന്നവർ ഒരുക്കിയതിനേക്കാൾ സുന്ദരമാക്കപ്പെട്ട വേഷത്തിലാണ് വെള്ളവസ്ത്രം ധരിച്ചിട്ടിരിക്കുകയാണ്. ആ വെള്ളവസ്ത്രത്തിലെ നിന്നെ കൊണ്ടുവന്നുകൊണ്ട് കിടത്തുകയല്ലേ, കർപ്പൂരം അവിടെ ഇട്ടുകൊടുക്കുകയല്ലേ, ഏറ്റവും നല്ല വിലപിടിപ്പുള്ള സുഗന്ധങ്ങൾ ഇതിനകത്ത് പുറത്തുകയല്ലേ. അന്ന് നിന്നെ കല്യാണത്തിന് ഒരുക്കിക്കൊണ്ടുപോയപ്പോൾ അവരന്ന് ചിരിച്ചവരാണ്. ഇന്നവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്നെ ഒരുക്കുകയാണ്. ഓ പൊന്നുമോളെ, നിന്നെ ഒരുക്കുന്നതാരാ? മറ്റുള്ളവരാണ്. ഇന്നലെ വരെ സ്വന്തമായിട്ട് വസ്ത്രം ധരിക്കുമ്പോ മറ്റൊരാൾ കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കയറി കുത്തിയിട്ടിട്ട് വസ്ത്രം ധരിക്കുന്ന പെങ്ങളെ ആളുകളുടെ മുമ്പിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് കിടത്തുകയാണ്. നിന്റെ മയ്യത്ത് പൊരിയൂല്ലേ? അവിടെ കാലിന്റെ ഭാഗം കെട്ടിയില്ലേ, കയ്യിന്റെ ഭാഗം കെട്ടിയില്ലേ, അരഭാഗം കെട്ടിയില്ലേ? ഇനി അവിടെ നിന്ന് തലഭാഗം കൂടി മാത്രമാണ് കെട്ടാറുള്ളത്. അപ്പോഴാണ് ആത്മാവ് അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്, എന്റെ തലഭാഗം നിങ്ങൾ കെട്ടല്ലേ. എന്റെ പെണ്ണുമക്കളെ കാണുന്നത് വരെ, എന്റെ ഭാര്യയെ കാണുന്നത് വരെ ഇതെന്റെ അവസാനത്തെ കാഴ്ചയാ. എന്റെ മക്കളെ കാണൂല്ല, എന്റെ ഭാര്യയെ കാണൂല്ല. ആര് കേൾക്കാനാ? അവിടെ നിന്ന് പറഞ്ഞെടുത്തില്ലേ നിന്നെ? വന്നിട്ടതാ സന്തോഷം എന്ന് പറയുന്ന വാഹനം നിന്റെ വീട്ടിന്റെ മുമ്പിൽ വന്നിട്ട് ആ വാഹനത്തിലേക്ക് നിന്നെ എടുത്തു വെച്ചിട്ട് കൊണ്ടുപോകാം. ഇല്ലല്ലോ എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട കലിമത്തെ തൗഹീദ് ഉറക്കെ ചൊല്ലിയിട്ട് നിന്നെ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോ നിന്റെ ആത്മാവ് വിടന്ന് പൊട്ടിക്കടഞ്ഞിട്ട് വിളിച്ചു പറയാ, ഒന്ന് നിൽക്കുവോ, ഒന്ന് നിൽക്കുവോ, ഒന്ന് നിൽക്കുവോ. എന്റെ വീടിന്റെ ഉള്ളിലാണോ കരയുന്നുണ്ട്? എന്റെ മക്കളാണോ, എന്റെ ഭാര്യയാണോ, എന്റെ കൂട്ടുകാരാണോ, എന്റെ ബന്ധുമിത്രാദികളാണോ, എന്റെ സഹോദരങ്ങളാണോ? ആരോ കരയുന്നേന്ന് എനിക്കറിയില്ല. അവരുടെ കരച്ചിൽ ഞാനൊന്ന് കേൾക്കട്ടെ. അവരുടെ കരച്ചില് കേൾക്കാൻ പറ്റില്ല. നിന്നെ കൊണ്ടുചെന്ന് പള്ളിയിലേക്ക് വെക്കുകയാണുടാ. എന്റെ ചെറുപ്പക്കാരോ, നിന്നെ കൊണ്ടുചെന്ന് പള്ളിയിലേക്ക് വെച്ചിട്ട് ഇന്ന് നമ്മൾ ആരുടെയെങ്കിലും മയ്യത്ത് നിസ്കരിച്ചിട്ട് പെട്ടെന്നിറങ്ങി ഓടാറുണ്ടല്ലോ. അതുപോലെ പെട്ടെന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ട് ഇറങ്ങി ഓടുമ്പോ ഇവന്റെ ആത്മാവിടന്ന് വിളിച്ചു പറയാ, പല തകർന്നക്ക് മുത്തുനിയോ കമാകർത്തനീ. എടാ, നിന്നെപ്പോലെ ഞാനിറങ്ങി ഓടിയിരുന്നടാ. ദുനിയാവിന്റെ പുറത്തു ഓടി ഞാൻ ഓടിയിരുന്നടാ. എന്നെ ദുനിയാവെന്നെ ചതിച്ചുപോയ എന്റെ പൊന്നുപോണ്. അതുപോലെ നിന്നെ ദുനിയാവ് ചതിയാതിരിക്കേ. പെട്ടെന്ന് പോകല്ല, നീ പെട്ടെന്ന് പോകല്ലേ. ഇന്നലെ വരെ എന്റെ വീട്ടിലേക്കല്ലേ നീ വന്നത്? എന്നോട് സംസാരിച്ചിരുന്നില്ലേ? ഇന്ന് മുതൽ കിടക്കാനുള്ള എന്റെ വീടും കൂടി വന്ന് കണ്ടിട്ട് പോടാ എന്നവിടന്ന് വിളിച്ചു പറയുകയാണ്. മയ്യത്തെല്ലാവരും നിസ്കരിച്ചുകൊണ്ട് ചുമക്കുകയാണ്. ചുമന്നുകൊണ്ട് പോയവിടെ പള്ളിക്കാട്ടിലേക്ക് നിന്ന് കൊണ്ടുപോകാട്. ആരാണ് പറമ്പിതി ചുമ്മായിട്ട് ചെങ്കിൽ നടക്കുന്ന ശുചാത്തെ നമുക്കുണ്ട് നാട്ടിലേ. കഥ എന്തെന്നറിവുണ്ട് നാളെ കിടക്കുന്ന കതിറന്ന ഭയങ്കര വീട്ടിലേ. കതിറന്ന ഭയങ്കര വീട്ടിലേ. വീട്ടിലെ മെല്ല പിരിഞ്ഞു നമുക്ക് കാട്ടിയാറടി മുന്നാണ്. മേലിൽ വന്ന് കിടക്കണ നമ്മുടെ നില വരുന്നത് കല്ലാണ്. ഇലയിലെ കണ്ണീരേതും ചേർത്ത് വന്നതിനാലേ അടവാക്കും വീടീനെ പാറിലേ. പലമേറും ഇസങ്കല്ലും മണ്ണും അതിലുമീതേ മറവാടും കബറുപോലും ജോറിലേ. മറവാടും കബറുപോലും ജോറിലേ. ആരാരുമില്ലാത്ത
ഏകാന്തതയുടെ വീടാകുന്ന ഖബറ്. അവിടെ നിന്റെ ബാപ്പയുണ്ടോ, അവിടെ നിന്റെ ഉമ്മയുണ്ടോ, അവിടെ നിന്റെ കൂടപ്പിറപ്പുകളുണ്ടോ? അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതിന് പകരം സിനിമാശാലയിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോയ നിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഖബറിലുണ്ടോ? ചിന്തിക്കടാ, ചിന്തിക്കേ. അവിടെ തനിച്ചല്ലേ തല്ലേരിച്ച് ഒരാളില്ലാതെ ഒറ്റക്കവിടെ കിടക്കേണ്ടേ പുണ്യമോനെ? ഒറ്റക്ക് നിന്റെ വീടിന്റെ ഉള്ളിലെ റൂമിൽ ഇരുന്നാല് ആ റൂമിന്റെ ഉള്ളിൽ എല്ലാ ലൈറ്റ് മണച്ചാല് പേടിയല്ലേ നിനക്ക്? ഇവിടെ തിരിയാൻ പറ്റുമോ? നീ ഇവിടെ നിന്ന് നിസ്കരിക്കാതെയാണ് ഖബറിലേക്ക് പോകുന്നതെങ്കിൽ രാവും പകലും നിന്റെ ഖബറിന്റെ ഉള്ളിലെ നിന്നെ തീ കൊണ്ട് ഇങ്ങനെ നിരക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിഷമിച്ചു പോയാൽ വിളിച്ചാൽ കാലമിച്ചാൽ വിളിച്ചു പറയാൻ ബാപ്പയില്ല, ഉമ്മയില്ല, സഹോദരങ്ങളില്ല. ഇവിടെ തനിച്ചാടേറെയോ കഥകളിലാണ്. അവരെ കണ്ടിട്ട് മടങ്ങുന്നവരെ, അന്നിട്ട് നോക്കാത്തവരെ, ഞാനും ഇതുപോലെ കിടക്കുമെന്ന് ചിന്തിക്കാത്തവരെ, നിങ്ങൾക്ക് ഇങ്ങനെ മാറാൻ പറ്റുക? ഒരാൾ മരിച്ചാൽ അവന്റെ മയ്യത്ത് കണ്ടിട്ട് സിനിമാ പാട്ടും പാടി ഇറങ്ങി ഓടുമ്പോ അല്ലതീ യബലുവക്കും അയ്യക്കും അഹ്സനു അമലോ. ഒരാൾക്ക് വേണ്ടിയാണ് തച്ചത്. എന്റെ കൂടെ ഉള്ള കൂട്ടുകാരൻ മരിക്കുമ്പോൾ ചിന്തിച്ചൂടെ? നിസ്കരിക്കാത്തവനായിരുന്നല്ലോ, അവനക്ക് നിസ്കരിക്കാൻ പറ്റുമോ? ഇതുപോലെ ചിന്തിച്ചുകൊണ്ട് കടന്നു വരുന്ന ആണത്തമുള്ള ചെറുപ്പക്കാരായാൽ അൽഹംദുലില്ലാ നിനക്ക് മാറാമടാ പെണ്ണിനോട്. ഈ പരിശുദ്ധമാക്കപ്പെട്ട പ്രഭാഷണത്തിന്റെ വേദിയില് ഒരുപാട് മുത്താലിമീങ്ങളിരിക്കുന്ന സദസ്സില്, ആലിമീങ്ങളിരിക്കുന്ന സദസ്സില്, എന്തിനേറെ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനുഭാവൻ അന്തിവിശ്രമം കൊള്ളുന്ന ഈ മണ്ണില് നിനക്ക് പറ്റുമോ ഇവിടെ വെച്ചുകൊണ്ട് ഉറപ്പിക്കാൻ? ഇൻഷാ അല്ലാഹ് ഞാൻ മരിക്കുന്ന റബ്ബേ എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണേ, എനിക്ക് പുഞ്ചി ഹബീബിന്റെ രൂപം കണ്ടുകൊണ്ട് മരിക്കണമെന്ന് വെക്കോ. ഞാൻ ചുരുക്കട്ടെ, ഒരുപാട് അമലുകൾ ചെയ്യാൻ നിനക്ക് പറ്റുമടാ. മറ്റൊരുത്തന്റെ മരണത്തെക്കുറിച്ച് ഓർത്താൽ മതിയടാ. പെണ്ണുങ്ങളെ, നിങ്ങളോടൊപ്പം സഞ്ചരിച്ചിരുന്ന എത്രയോ പാവപ്പെട്ട പെങ്ങന്മാര് ആരുടെ മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ പൊട്ടിക്കളയില്ലേ? അല്ലാഹുവേ, ഖബറിടം വിശാലമാക്കടേ. നിങ്ങളോടൊപ്പം നടന്നിട്ട് നിസ്കരിക്കാത്ത കാര്യം നിങ്ങൾക്കറിയാം, നോമ്പെടുക്കാത്ത കാര്യം നിങ്ങൾക്കറിയാം, സമ്പത്തുണ്ടായിട്ട് സദഖ ചെയ്യാത്ത കാര്യം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് മാറ്റം വരണോ? മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ട് സിനിമാ പാട്ടും പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് കഥ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോക്കൂടാ. അല്ലാഹുവേ, ഇന്നിവളാണെങ്കിലോ നാളെ ഞാനാണല്ലോ. നീ ഒരു ഓർമ്മയോടുകൂടെ പടച്ചവനെ പേടിച്ചുകൊണ്ട് നിസ്കാരം നിലനിർത്തി ണ്ട് പാപ്പാന്റെ പൊരുത്തം മേടിച്ചിട്ട്, ഉമ്മാന്റെ പൊരുത്തം മേടിച്ചിട്ട്, സഹോദരങ്ങളുടെ പൊരുത്തം മേടിച്ചിട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടെ കഴിഞ്ഞുപോയി. തങ്ങളെ പോലെ, മാനവസ്ഥാദിനെ പോലെ, തൊഴിയോടുസ്ഥാദിനെ പോലെ, കണ്ണിയത്തുസ്ഥാദിനെ പോലെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മരിക്കണോ? ഇവിടെ വെച്ചുകൊണ്ട് നീയത്ത് ചെയ്യണോ? ഞാൻ എന്റെ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയോടുകൂടിയല്ലാതെ ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് പോകില്ല, ഒരു മിനിറ്റ് പോലും മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, ഏറ്റവും നല്ല ബോധത്തോടെ ജീവിതം മുന്നോട്ട് വെച്ച് സന്തോഷത്തോടെ കലിമ ചൊല്ലി മരിക്കാൻ നാഥനായ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക്